ദൈവത്തിന്റെ മഹത്തരമായ അനുഗ്രഹം ഈ ഒരു വേദിയിൽ നമുക്ക് വേണം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. താങ്ക് യു. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. വിവിധ മേഖലയിലേക്ക് ഓരോരുത്തരും അവരുടെ പ്രവർത്തന മേഖലകൾ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ലീഡേഴ്സ് എല്ലാം ഫീൽഡിലാണ്. ലീഡേഴ്സ് എല്ലാം വളരെ എക്സൈറ്റഡ് ആണ്. ഏറ്റെടുത്ത ഓരോരുത്തരും ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള അറിവുകൾ നേടി വരുമ്പോൾ ആ എക്സൈറ്റ്മെന്റ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അറിവ് കൃത്യമായി കിട്ടാത്തവർക്ക് ഇപ്പോഴും ആശങ്കകളുണ്ട്. എന്താണ് ഈ സിസ്റ്റം, എങ്ങനെയാണ് ഈ സിസ്റ്റം, ഇതിന്റെ നിലനിൽപ്പ് എന്താണ്, ഇതെങ്ങനെ മുന്നോട്ട് പോകും, ഇത് ഇപ്പോൾ പോകുന്ന ആ ഇവന്റ് പോലെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകുമോ, ഇങ്ങനെ പല പല കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ ചിന്തകളും പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വ്യത്യസ്തമായ ചില കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ ദിവസവും ഈ പ്ലാറ്റ്ഫോമിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ എനിക്ക് എൻ്റെ സുഹൃത്ത് മെസ്സേജ് അയച്ചു. ആ മെസ്സേജിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയായിരുന്നു: സർ, 19-ാം തീയതിത്തെ ഓർഡറാണ് ഇപ്പോ സെൽ ഓർഡറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് 23-ാം തീയതിയായി. സർ, ഭയങ്കര ഡിലേ അല്ലേ? ആ ഡിലേക്ക് എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ? ഇങ്ങനെ പോയാൽ ശരിയാകൂ? ചോദ്യങ്ങളുടെ ഒരു വലിയൊരു നിര തന്നെ ഉണ്ടായിരുന്നു ആ ഒരു സംസാരത്തിൽ. ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി, നിലവിൽ നമുക്ക് പരിചയമുള്ള ലോകത്തെ നമ്പർ 1 ആയിട്ടുള്ള ഒരു മാർക്കറ്റ് പ്ലേസിന്റെ ഒരു കമ്മോഡിറ്റി മാത്രം എടുത്തിട്ട് അതിന്റെ ഒരു ഗ്രാഫ് സ്ക്രീൻഷോട്ട് എടുത്തു. ആ ഗ്രാഫിൽ കൊടുത്ത ഒരു പോയിന്റ്, ആ പോയിന്റിൽ നിന്നും ആ വില ഇങ്ങനെ താഴത്തേക്ക് പോകുന്ന ഒരു ഗ്രാഫാണ് ഞാൻ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം, ഈ ഉയർന്ന വിലയിൽ വാങ്ങിയ ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ സർ, അല്ലെങ്കിൽ ഞാൻ, ഈ വില ഇങ്ങനെ താഴത്തേക്ക് പോയാൽ എന്നായിരിക്കും മുടക്കുമുതൽ കിട്ടുന്ന രൂപത്തിൽ അത് വിൽക്കാൻ സാധിക്കുക? സാധാരണ നമുക്ക് പരിചയമുള്ള ക്രിപ്റ്റോ മാർക്കറ്റ് ആകട്ടെ, കമോഡിറ്റി മാർക്കറ്റ് ആകട്ടെ, ടോക്കൺ ഒരു ഫോറക്സ് മാർക്കറ്റ് ആകട്ടെ, സ്റ്റോക്ക് മാർക്കറ്റ് ആകട്ടെ, നമ്മൾ ഒരു യൂണിറ്റ് വാങ്ങിയിട്ട് ആ യൂണിറ്റിന്റെ വില താഴത്തേക്ക് പോകാൻ തുടങ്ങിയാൽ തിരിച്ച മാർക്കറ്റ് നമ്മൾ വാങ്ങിയ വില എത്തുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരമില്ലാത്തൊരവസ്ഥയുണ്ട്. അവിടെ എത്ര നാൾ കാത്തിരിക്കണം എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. എന്നാൽ ടോവോ മാർക്കറ്റ് പ്ലേസിൽ ഇവിടെ കാത്തിരിപ്പ് 2-3 ദിവസമാണെങ്കിലും 100% ഉറപ്പ് പറയാം, 30% ലാഭത്തിൽ ആ പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കുമെന്ന്. ഇത് വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. ഈ അനുഭവത്തിലൂടെ ആളുകൾക്ക് കടന്നു പോകേണ്ടിയിരിക്കുന്നു. ഈ അനുഭവത്തിലൂടെയാണ് നമ്മൾ ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഇൻട്രൊഡക്ഷനായി തന്നെ ഇത് ഞാൻ പറയാൻ കാരണം, ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലർക്കും പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാകും. എന്നാൽ ഇതിന്റെ യഥാർത്ഥമായ സയൻസിലേക്ക് കടന്നു വരുമ്പോൾ, ഇതിന്റെ യഥാർത്ഥമായ അൽഗോരിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഇവിടെ നമുക്ക് ലഭിക്കുന്ന ലാഭ സാധ്യതയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുമ്പോൾ ഒരല്പം റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടെങ്കിൽ കൈ നിറയെ പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. എന്താണ് ആ ഓപ്പർച്യൂണിറ്റി? എങ്ങനെയാണ് ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കുക? ഈ ഓപ്പർച്യൂണിറ്റി തരുന്ന ടെതറോഷ് എന്ന പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതെല്ലാം മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഇത്തരം സൂം പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഈ പ്രസന്റേഷൻ കടന്നു വന്ന എല്ലാവർക്കും അത്തരമൊരു സാഹചര്യം ഉണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അത്തരമൊരു സാഹചര്യം ഉണ്ടാകട്ടെ എന്നും ദൈവം അതിനുള്ള അനുഗ്രഹം തരട്ടെ എന്നും ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രസന്റേഷനിലേക്ക് കടക്കുകയാണ്. ചെതർ ഓഷ്യൻ വിർച്വൽ അസറ്റ്. ഈ സിസ്റ്റത്തിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന യൂണിറ്റിന്റെ പേരാണ് ചെതർ ഓഷ്യൻ വിർച്വൽ അസറ്റ്, ടോവ. ഇവിടെ നമ്മുടെ കയ്യിലുള്ള പണത്തെ, അത് ഇന്ത്യൻ രൂപയാകാം, അല്ലെങ്കിൽ അമേരിക്കൻ ഡോളർ ആകാം, അല്ലെങ്കിൽ സൗദി റിയാൽ ആകാം, ഒമാനി
റിയാൽ ആകാം, അല്ലെങ്കിൽ UAE ദിർഹം ആകാം, ഏത് കറൻസി ആകട്ടെ, റിംഗറ്റ് ആകാം, മാൽദീവിയൻ റുപ്പേ ആകാം, ഏത് കറൻസി ആകട്ടെ, ആ കറൻസിനെ USDT എന്ന ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആ USDT സേവ് ചെയ്യാൻ ആവശ്യമായ ഒരു ടോക്കൺ പോക്കറ്റോ ട്രസ്റ്റ് വാലറ്റോ മെറ്റാമാസ്കോ നമ്മൾ സ്വന്തമാക്കി വെക്കണം. ഏറ്റവും ബെറ്റർ ടോക്കൺ പോക്കറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ടോക്കൺ പോക്കറ്റിനെ പലപ്പോഴും റെക്കമെൻഡ് ചെയ്യാറുണ്ട്. സോ ആ ടോക്കൺ പോക്കറ്റിൽ നമ്മൾ വന്നു, നമുക്ക് ആവശ്യമായ USDT നമ്മൾ ലോഡ് ചെയ്തു. USDT Web20 ബ്ലോക്ക് ചെയിനിലാണ് നമ്മൾ ലോഡ് ചെയ്ത് വെക്കേണ്ടത്. ട്രെദറോഷന്റെ സിസ്റ്റം ഓപ്പൺ ചെയ്യാൻ വേണ്ടി ടോക്കൺ പോക്കറ്റ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ BNB ചെയിനിൽ സെറ്റ് ചെയ്താൽ മതി. കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് BNB ബ്ലോക്ക് ചെയിൻ മാത്രമാണ്. BNB ബ്ലോക്ക് ചെയിനിൽ ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ അവിടെ ഒരു ഗ്യാസ് ഫീ വേണം. അത് BNB എന്ന കറൻസിയുടെ രൂപത്തിലാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വരുന്ന എല്ലാവരും മിനിമം $2 BNB എങ്കിലും ലോഡ് ചെയ്ത് വെക്കണം. സോ BNB ലോഡ് ചെയ്ത് വെച്ചു, USDT ലോഡ് ചെയ്ത് വെച്ചു. ഇനി ഒരു സുഹൃത്ത് ഈ സിസ്റ്റത്തിൽ പരിചയപ്പെടുത്താതെ ഒരിക്കലും ട്രെദറോഷൻ വിർച്വൽ അസറ്റ് നമുക്ക് വാങ്ങാൻ സാധിക്കില്ല. അപ്പോ ഇൻവൈറ്റ് ചെയ്യുന്ന സുഹൃത്തിന്റെ ഇൻവൈറ്റ് ലിങ്കും വേണം. ആ ഇൻവൈറ്റ് ലിങ്ക് ഉപയോഗിച്ച് ട്രെദറോഷന്റെ സൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ടോക്കൺ പോക്കറ്റിന്റെ ഡിസ്കവർ എന്ന് പറയുന്ന ഡാപ്പ് ബ്രൗസറിലൂടെ, ആപ്പ് ബ്രൗസറിലൂടെ. അങ്ങനെ ട്രെദറോഷൻ സൈറ്റ് ഓപ്പൺ ചെയ്തു, ഒരു യൂസർ നെയിം കൊടുത്ത് രജിസ്റ്റർ ചെയ്തു. അതിന് $20 നമ്മുടെ വാലറ്റിൽ നിന്ന് സിസ്റ്റം ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ലോഗിൻ ചെയ്ത് വരാം ട്രെദറോഷൻ ആൻഡ് വിർച്വൽ അസറ്റ് എന്ന് പറയുന്ന മാർക്കറ്റ് പ്ലേസിലേക്ക്. ആ മാർക്കറ്റ് പ്ലേസിൽ ഒരു ബൈ ബട്ടൺ ഉണ്ട്. ആ ബൈ ബട്ടണിൽ നിന്ന് നമ്മൾ ഒരു യൂണിറ്റ് വാങ്ങണം. ആ യൂണിറ്റ് വാങ്ങുമ്പോൾ നമുക്ക് $100 കൊണ്ട് വാങ്ങാം, $500 കൊണ്ട് വാങ്ങാം, $1000 കൊണ്ട് വാങ്ങാം, $5000 വരെയുള്ള എമൗണ്ട് കൊണ്ട് നമുക്ക് വാങ്ങാം. ഒരിക്കൽ ടോവ യൂണിറ്റ് നമ്മൾ വാങ്ങിയാൽ, സിസ്റ്റത്തിൽ നിന്ന് വാങ്ങിയാൽ, സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്ന് വാങ്ങിയാൽ നമുക്ക് മാർക്കറ്റ് പ്ലേസിൽ ട്രേഡ് സ്റ്റാർട്ട് ആകാം. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ കയ്യിൽ പണമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അതിന് ഇന്ന് ഒരു പുതിയ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. അനൗൺസ്മെന്റ് ശ്രദ്ധിച്ചിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ അനൗൺസ്മെന്റ് പറയുകയാണ്. ടോവയിൽ നിന്ന് നമ്മൾ വാങ്ങിയ എമൗണ്ട് എത്രയാണോ അതിന്റെ 3 ഇരട്ടിക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് നമുക്ക് വാങ്ങാം. മാർക്കറ്റ് പ്ലേസിൽ നിന്ന് 3 ഇരട്ടി വാങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് ടോവയിലാണ് പിന്നെ നമുക്ക് വാങ്ങാൻ സാധിക്കൂ. മാർക്കറ്റ് പ്ലേസിൽ കണ്ടിന്യൂ ചെയ്ത് വാങ്ങാൻ പറ്റുന്ന ഫെസിലിറ്റി ഇന്നത്തോടു കൂടി സിസ്റ്റം സ്റ്റോപ്പ് ആക്കി. ഇനി നമുക്ക് മാർക്കറ്റ് പ്ലേസിൽ എത്രയാണോ വാങ്ങിയത് അത് കഴിഞ്ഞാൽ പിന്നെ ടോവയിൽ നിന്ന് വീണ്ടും വാങ്ങണം. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണ്, എന്റെ കയ്യിൽ ഒരു 10,000 USDT ഉണ്ട്. ഞാൻ 1000 USDT കൊണ്ട് ടോവയിൽ വാങ്ങി, 3000 USDT നിന്ന് മാർക്കറ്റ് പ്ലേസിൽ വാങ്ങി, വീണ്ടും 1000 USDT കൊണ്ട് ടോവയിൽ വാങ്ങി, വീണ്ടും 3000 USDT കൊണ്ട് മാർക്കറ്റ് പ്ലേസിൽ വാങ്ങി. സോ 8000 USDT അവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി 2000 USDT എന്റെ അടുത്തുണ്ട്. ആ 2000 USDTയെ 4-1 മാറ്റിയാൽ 500 500 500 എന്ന രൂപത്തിലാക്കാം. സോ 500 കൊണ്ട് ഞാൻ ടോവയിൽ വാങ്ങി, 1500 കൊണ്ട് എനിക്ക് മാർക്കറ്റ് പ്ലേസിൽ വാങ്ങാം. ഈ രൂപത്തിൽ മാത്രമേ ഇനി വാങ്ങാൻ സാധിക്കൂ. ഇങ്ങനെ വാങ്ങുന്ന ഈ ടോവ എന്താണത്? എന്താണ് ഈ ടോവ? ഈ ടോവ വാങ്ങി വെച്ചിട്ട് എന്താണ് ഗുണം? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? തീർച്ചയായും വുഡ എന്ന് പറയുന്ന സെഗ്മെന്റിലാണ് ടോവ എന്ന അസറ്റിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വുഡ സെഗ്മെന്റ് വാല്യൂ ഓഫ് ഡിജിറ്റൽ അസറ്റ് എന്ന സെഗ്മെന്റ് ആണ്. ഈ സെഗ്മെന്റിൽ ഒരു ഡിജിറ്റൽ അസറ്റിന്റെ വില കയറുക മാത്രമേ ഉള്ളൂ, ഒരിക്കലും ഇറങ്ങില്ല. സോ ടോവ നമ്മൾ വാങ്ങിയാൽ ഏത് വിലക്കാണോ വാങ്ങിയത് ആ വിലയിൽ നിന്ന് ഒരിക്കലും താഴെ പോകുന്നില്ല. സോ താഴെ പോകാത്ത, വില കുറയാത്ത ഒരു ഡിജിറ്റൽ അസറ്റ് നമുക്ക് സ്വന്തമാക്കാം ടോവയിൽ നമ്മൾ കടന്നു വരുമ്പോൾ. അതിന് $20 കൊടുത്ത് ഇതിന്റെ ബേസ് പ്ലാറ്റ്ഫോമായ ട്രെദറോഷനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഒപ്പം ടോവയിൽ നിന്ന് നമ്മൾ യൂണിറ്റുകൾ വാങ്ങണം. ഒപ്പം മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ ട്രേഡ് ചെയ്യുകയും ചെയ്യണം. മാർക്കറ്റ് പ്ലേസിലാണ് ബൈ സെൽ എന്ന ട്രേഡ് നമ്മൾ ചെയ്യേണ്ടത്. സോ ട്രെദറോഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ 2024 മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്തൊരു സിസ്റ്റമാണ്. ഒരു മിറാക്കിൾ മാത്തമാറ്റിക്സ് ആണ് അതിനുവേണ്ടി അവർ ഡിസൈൻ ചെയ്തത്. ഇത് ഒരിക്കലും വില കുറയാത്ത ഒരു സയൻസ് ആയിട്ട് ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ബൈയും സെല്ലുമാണ് ഇവിടെ വില കൂടാൻ കാരണം. ഓരോ ബൈ നടക്കുമ്പോഴും ഓരോ സെല്ല് നടക്കുമ്പോഴും ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടിക്കൊണ്ടേയിരിക്കും.
അപ്പൊ സിസ്റ്റത്തിൽ ആരാണ് ബൈ ചെയ്യുക? ഒരു പുതിയ ഒരാളാകാം, നിലവിലുള്ള ആൾ വീണ്ടും കൂടുതൽ വാങ്ങിയത് കൊണ്ടാവാം. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ബൈസ് പ്രോസസ് നടക്കുന്നുണ്ട്. നിലവിലുള്ള ആൾക്കാർക്ക് ലാഭം കിട്ടുമ്പോൾ അവർ സെല്ല് ചെയ്യും. സോ ആ സെൽ പ്രോസസ്സിലൂടെ സിസ്റ്റത്തിൽ വീണ്ടും വില കൂടുന്ന പ്രോസസ് നടക്കുന്നു. സാധാരണ നമുക്ക് പരിചയമുള്ള ഒരു സിസ്റ്റത്തിലും ബയേഴ്സ് വന്നാൽ വില കൂടും, സെല്ലേഴ്സ് വന്നാൽ വില കൂടില്ല, കുറയുകയുള്ളൂ. വിൽപ്പനക്കാരുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ക്ലാഷ് ആയി എന്നാണ് എല്ലാവരും പറയുക. എന്നാൽ ടെതറോഷ് എന്ന പ്ലാറ്റ്ഫോമിൽ, വുഡ സെഗ്മെന്റിൽ സെല്ലേഴ്സ് കൂടിയാൽ വില കൂടുകയുള്ളൂ. ഇതൊരു 100% ഡീസെൻട്രലൈസ്ഡ് സ്മാർട്ട് കോൺട്രാക്ട് ആണ്. ഇവിടുത്തെ എല്ലാ ആക്ടിവിറ്റിയും ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിലേക്ക് എൻക്രിപ്റ്റഡ് മോഡിൽ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ ഇതൊരു കമ്മ്യൂണിറ്റി ഡ്രിവൺ പ്രോഗ്രാം ആണ്. കമ്മ്യൂണിറ്റിയാണ് സിസ്റ്റത്തിന്റെ എല്ലാം. ഈ സിസ്റ്റത്തിന്റെ തുടക്കം മുതൽ ഈ സിസ്റ്റത്തെ മനസ്സിലാക്കി ഏറ്റെടുത്ത ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ഇന്ന് ഈ സിസ്റ്റത്തിലൂടെ നല്ല നേട്ടങ്ങൾ സ്വന്തമായി കൊണ്ടിരിക്കുകയാണ്. ഞാനും അത്തരത്തിൽ നേട്ടം സ്വന്തമായി കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് വളരെ സന്തോഷപൂർവ്വം ഞാൻ അനൗൺസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, ഈ സിസ്റ്റത്തിൽ ഡയമണ്ട് ഷിപ്പ് ഞാൻ ഇന്ന് ക്വാളിഫൈ ചെയ്തു. ഡയമണ്ട് റാങ്ക് ഞാൻ ഇന്ന് ക്വാളിഫൈ ചെയ്തു. സോ സിസ്റ്റത്തിലെ രണ്ടാമത്തെ ഡയമണ്ട് അത് എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കൂ. ഫസ്റ്റ് ഡയമണ്ട് ഫിജോ ആൻഡ് നൂറ അവർ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു സൈറ്റിൽ അവർ ഡയമണ്ട് ഷിപ്പ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു. വീണ്ടും ഇനി ഡയമണ്ടുകളുടെ ബഹളം നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഒന്നിന് പിറകെ ഒന്നായി എമറാൾഡുകൾ ഡയമണ്ടായി മാറാൻ പോകുന്ന സമയത്തിലേക്ക് സിസ്റ്റം വരികയാണ്. എന്താണ് അതിന് കാരണം? കമ്മ്യൂണിറ്റിയാണ്. ഓരോരുത്തരും അവരുടെ പരിചയക്കാരിലേക്ക് ഈ ആശയം എത്തിക്കുന്നു, അവർ അവരുടെ പരിചയക്കാരിലേക്ക് എത്തിക്കുന്നു. ഇതുവഴി ഒരു കമ്മ്യൂണിറ്റി വലിയ തോതിൽ ഡെവലപ്പ് ചെയ്യുന്നു. ഈ കമ്മ്യൂണിറ്റി തന്നെയാണ് ഇവിടെ ബയേഴ്സും സെല്ലേഴ്സ് ആയിട്ട് മാറുന്നത്. ഇത് ഈ പ്ലാറ്റ്ഫോമിന് മാത്രം പ്രത്യേകതയല്ല, ലോകത്ത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. കമ്മ്യൂണിറ്റി ഇല്ലാതെ ലോകത്ത് ഒരു ആക്ടിവിറ്റി നടക്കുകയില്ല. ഒരു ബിസിനസ് രംഗത്തേക്ക് സമൂഹമില്ലാതെ, സമൂഹത്തിൽ ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ, ബയേഴ്സ് വരാതെ, സെല്ലേഴ്സ് ഇല്ലാതെ ഒരിക്കലും അവിടെ ടേൺ ഓവർ ഉണ്ടാകുകയില്ല. ടെതറോഷൻ വളരെ കൃത്യമായ ഒരു കമ്മ്യൂണിറ്റിയെ സൃഷ്ടിക്കുന്നു. വിൻ വിൻ സിറ്റുവേഷൻ ഉള്ള ഒരു കമ്മ്യൂണിറ്റി. അതിനുവേണ്ടി ഒരു വിർച്വൽ അസറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇത് ഇനി ഒരു എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുമെന്ന ചിന്തയൊന്നും വേണ്ട. കാരണം ടെതറോഷൻ എന്ന സിസ്റ്റം വേറൊരു ഇക്കോ സിസ്റ്റമാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അത് വുഡ സെഗ്മെന്റിന്റെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ നമുക്ക് പരിചയമുള്ള പല സെഗ്മെന്റിലും, അത് സ്റ്റോക്ക് ആയാലും ഫോറക്സ് ആയാലും ക്രിപ്റ്റോ ആയാലും കമ്മ്യൂണിറ്റി ആണെങ്കിലും, അതിന് എക്സ്ചേഞ്ചുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചോദിക്കും, വുഡ സെഗ്മെന്റിൽ എക്സ്ചേഞ്ച് ഉണ്ടോ? ഇല്ല. ഇതൊരു ക്രിപ്റ്റോ കറൻസി ഒന്നും അല്ല, എന്നാൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ വന്നിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ് ആണ്. ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള യാതൊരു സംഗതിക്കും ഈ സിസ്റ്റത്തിൽ സ്കോപ്പ് ഇല്ല. എന്നാൽ വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. എന്നാൽ USDT എന്ന ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കാതെ ഈ സിസ്റ്റത്തിൽ ഒരാൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ നിന്ന് തിരിച്ച് പ്രോഫിറ്റ് കിട്ടുന്നതും USDT വഴി തന്നെയാണ്. ടോക്കൺ ബക്കറ്റ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന സിസ്റ്റം. സോ 2024 വുഡ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോ, ടെതറോഷൻ എന്ന സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തപ്പോ $20 മുതൽ $1000 റേഞ്ചിലുള്ള ഏത് എമൗണ്ട് കൊണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്നൊരു നിബന്ധന ഉണ്ടായിരുന്നു. എന്നാൽ 2025 വന്നപ്പോ ഇനി ടെതറോഷനിൽ മാൻഡേറ്ററി ആയിട്ടുള്ളത് $20 പാക്കേജ് മാത്രമാണ്. പിന്നീട് നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. അവിടെ വാങ്ങുമ്പോൾ എത്ര വാങ്ങിയാലും 35% വിലയുള്ള യൂണിറ്റ്സ് മാത്രമേ ഇൻസ്റ്റന്റ് ആയിട്ട് ലഭിക്കൂ. സോ $1000 കൊണ്ട് ഒരാൾ ടെതറോഷനിൽ വാങ്ങിയാൽ $350 യൂണിറ്റ്സ് കിട്ടും. സോ ആ $350 നിന്നും ഗ്രോ ചെയ്താണ് നമുക്ക് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടിൽ എത്തേണ്ടത്, നമ്മുടെ ക്യാപിറ്റലിൽ എത്തേണ്ടത്. അവിടെ നിന്ന് വേണം നമുക്കൊരു പ്രോഫിറ്റിൽ എത്താൻ. സോ ഒരല്പം സമയമെടുക്കുന്ന പ്രോസസ്സാണ്. എന്നാൽ ടോവയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ വാങ്ങുന്നത് ഇനീഷ്യൽ കോയിൻ ഓഫറിൽ നിന്നാണ്. $1000 നമ്മൾ വാങ്ങിയാൽ ഇൻസ്റ്റന്റ് ആയി $1050 യൂണിറ്റ്സ് കിട്ടും. ഒരു 5% യൂണിറ്റ് എക്സ്ട്രാ കിട്ടും. $100 വാങ്ങിയാൽ $105 യൂണിറ്റ്സ് കിട്ടും. $500 വാങ്ങിയാൽ $525 യൂണിറ്റ്സ് കിട്ടും. ഈ യൂണിറ്റ് അത്രയും നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് സെല് ചെയ്യാം. അപ്പൊ ഇഷ്യൂ ചെയ്യുന്നത്, ഇനീഷ്യൽ കോയിൻ ഓഫറിൽ ഇഷ്യൂ ചെയ്യുന്നത് സിസ്റ്റം ആണെങ്കിൽ അത് സെല് ചെയ്യപ്പെടുന്നത് മാർക്കറ്റ് പ്ലേസിലാണ്. മാർക്കറ്റ് പ്ലേസിൽ വേറൊരു ബയർ അത് വാങ്ങിയിട്ട് പോവുകയാണ്. സോ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് പ്ലേസിൽ സെല് ചെയ്യുമ്പോൾ വേറൊരാൾ വാങ്ങി പോകുന്ന ഒറ്റ കാരണം കൊണ്ട് ഇവിടെ സിസ്റ്റത്തിന് ടെൻഷൻ ഫ്രീ ആണ്. ഈ സിസ്റ്റത്തിൽ എത്ര പ്രോഫിറ്റ് വരുന്നാലും ആ പ്രോഫിറ്റ് അത്രയും കൊടുക്കുന്നതിന് സിസ്റ്റത്തിന് പ്രത്യേക ടെൻഷനൊന്നുമില്ല. സിസ്റ്റം വളരെ കൃത്യമായ ഒരു പ്ലാനിങ് അതിനുവേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നു.
സോ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ആശയം അതിനുവേണ്ടി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ആശയം ഇതാണ്: എന്താണ് ടെതറോഷനിലെ പ്രൈസ് എത്രയാണോ അതിന്റെ 5 ഇരട്ടിയായിരിക്കും ടോവയിലെ പ്രൈസ്. ടെതറോഷന്റെ പ്രൈസ് വരുന്നതിന് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. സോ ആ കാൽക്കുലേഷൻ അനുസരിച്ച് ടെതറോഷൻ വന്നിരിക്കുന്ന പ്രൈസ് എത്രയാണോ അതിന് 5 ഇരട്ടി ടോവയിൽ പ്രൈസ് സെറ്റ് ചെയ്യുമ്പോൾ ടെതറിന്റെ പ്രൈസ് ഒരിക്കലും താഴാത്തൊരു അവസ്ഥ ആയതുകൊണ്ട് ടോവയിലെ പ്രൈസും ഒരിക്കലും താഴില്ല. $1 ടെതറോഷന്റെ പ്രൈസ് എങ്കിൽ $5 ആയിരിക്കും ടോവയിലെ പ്രൈസ്. അതുകൊണ്ട് തന്നെ ഇന്ന് $1.68 ടെതറോഷന്റെ പ്രൈസ് ഉണ്ട്. സെയിം ടൈം $8 മേലെയാണ് ടോവയിലെ പ്രൈസ്. ഈ പ്രൈസിംഗ് സിസ്റ്റം ഇത് വുഡ ടെക്നോളജിയുടെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് പരിചയമുള്ള ക്രിപ്റ്റോ സെഗ്മെന്റ് എടുത്താലോ, അല്ലെങ്കിൽ ടോക്കൺ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എടുത്താലോ, അല്ലെങ്കിൽ ഫോറക്സ് മാർക്കറ്റ് എടുത്താലോ, കമ്മോഡിറ്റി മാർക്കറ്റ് എടുത്താലോ, അവിടെ എല്ലാം നമുക്ക് കാണുന്നത് ഡിജിറ്റൽ യൂണിറ്റുകളാണ്. അതിന്റെ പ്രൈസിങ്, അതിന്റെ മാനദണ്ഡം, അതൊക്കെ ഒരു ചോദ്യമായി ചോദിച്ചാൽ പലപ്പോഴും ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് മാത്രമേ പറയാറുള്ളൂ. മാർക്കറ്റ് ഡിമാൻഡിന്റെ ബേസിലുള്ള വില. എന്നാൽ വുഡ സെഗ്മെന്റിൽ ഒരു വാല്യൂ വരുന്നതിന് കൃത്യമായ ഒരു കണക്കുണ്ട്. ആ കണക്കാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. ആ കണക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിസ്റ്റം മുന്നോട്ട് പോകുന്നത്. ആ കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. വളരെ സിമ്പിൾ ആണ്. ഈ സിസ്റ്റത്തിൽ ആര് വാങ്ങിയാലും ആ വാങ്ങുന്ന എമൗണ്ട് ടെതറോഷൻ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ, അതായത് ഇപ്പൊ $20, അതിന്റെ 52% ലിക്വിഡിലേക്ക് ആഡ് ചെയ്യപ്പെടും. പകരം 35% വരെയുള്ള യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ ടെതറോഷൻ നിൽക്കുന്ന ഈ കാൽക്കുലേഷൻ, ഈ ലിക്വിഡിറ്റി ഡിവൈഡഡ് ബൈ യൂണിറ്റ് നമ്പർ, ഈ കാൽക്കുലേഷൻ ആണ് ഈ സിസ്റ്റത്തിന്റെ പവർ. ഇപ്പോ ഈ സ്ക്രീൻ തയ്യാറാക്കുന്നത് 12/5/2025 10:20 AM-നാണ്. ഈ സമയം ഉൾപ്പെടെ കൊടുക്കാൻ കാരണം ഓരോ സെക്കൻഡിലും പ്രൈസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ക്രീൻ പ്രകാരം $1.18 ടെതറോഷനിൽ ബൈ പ്രൈസ് ഉണ്ട്. ഇവിടെ ഒരാൾ $20 രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിന് 35% യൂണിറ്റ് എന്ന് പറഞ്ഞാൽ $7 യൂണിറ്റ്. ആ 7-നെ $1.18 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്നത് 8.2802886 യൂണിറ്റ്സ് ആണ്. ഈ യൂണിറ്റ് ഈ ഫൈനൽ കോയിന്റെ കൂടെ ആഡ് ചെയ്യപ്പെടും. ഒപ്പം നമ്മൾ കൊടുത്ത $20-ന്റെ 52% $10.4 ഇപ്പൊ കാണുന്ന ഫൈനൽ ലിക്വിഡിറ്റി ആയ 2,68,030.483 കൂടെ ആഡ് ചെയ്യപ്പെടും. സോ ലിക്വിഡിറ്റിയിലും കോയിന്റെ എണ്ണത്തിലും മാറ്റം വന്നു. അതുകൊണ്ട് തന്നെ ബൈ പ്രൈസ് ചേഞ്ച് ആകും. ഈ ബൈ പ്രൈസ് ചേഞ്ച് ആകുന്ന പ്രോസസ്, അവിടെയാണ് ഈ സിസ്റ്റത്തിന്റെ പവർ നിലനിൽക്കുന്നത്. ഈ ബൈ പ്രൈസ് ചേഞ്ച് ആകാൻ കാരണം ലിക്വിഡിറ്റിയിലോ കോയിന്റെ എണ്ണത്തിലോ മാറ്റം വരുമ്പോഴാണ്. സോ ടെതറോഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ലിക്വിഡിറ്റിയിൽ മാറ്റം വരുന്നുണ്ട്, കോയിന്റെ എണ്ണത്തിൽ മാറ്റം വരുന്നുണ്ട്, പ്രൈസ് മാറി. അപ്പൊ ടോവയിൽ വാങ്ങുന്നതിന്റെ 20% ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെടും. അങ്ങനെ ആഡ് ചെയ്യപ്പെടുന്നതിന്റെ ഭാഗമായി അപ്പോഴും ലിക്വിഡിറ്റി കൂടും, പകരം കോയിന്റെ എണ്ണത്തിൽ മാറ്റം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ടെതറോഷന്റെ പ്രൈസ് ജമ്പായി കയറും. സ്വാഭാവികമായിട്ടും ഇതിന്റെ 5 ഇരട്ടി നിൽക്കുന്ന ടോവയിലും പ്രൈസ് ജമ്പാകും. അപ്പോ അങ്ങനെ ടോവയിൽ വാങ്ങിയ ആൾക്കാർ മാർക്കറ്റ് പ്ലേസ് സെല്ല് ചെയ്യുമ്പോൾ ഒരു 3% സർവീസ് ചാർജ് കൊടുക്കുന്നുണ്ട്. ആ സർവീസ് ചാർജിനെ ബേസ് ചെയ്ത് വീണ്ടും ലിക്വിഡിറ്റിയിലേക്ക് ഫണ്ട് ആഡ് ചെയ്യപ്പെടും. ആ സർവീസ് ചാർജിന്റെ 20%. അങ്ങനെ ആഡ് ചെയ്യപ്പെടുമ്പോഴോ വീണ്ടും ലിക്വിഡിറ്റി കൂടി, കോയിൻ പ്രൈസ് ചേഞ്ച് ആയി. 5 മടങ്ങായിട്ട് ടോവയിലെ പ്രൈസും ചേഞ്ച് ആയി. അങ്ങനെ സിസ്റ്റം നടക്കുന്ന ഓരോ ആക്ടിവിറ്റിയിലും മാർക്കറ്റ് പ്ലേസിൽ അത് സെല്ല് ചെയ്യപ്പെടുമ്പോൾ വേറൊരാൾ വാങ്ങിയിട്ട് പോകുമ്പോൾ അയാൾ 1% സർവീസ് ചാർജ് കൊടുക്കുന്നുണ്ട്. അതിന്റെയും 20% ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെടും. സോ എവിടെ തൊട്ടാലും ലിക്വിഡിറ്റിയിൽ ഒരു ഫണ്ട് കയറുന്ന ഒരു പ്രോസസ്സ് ഈ സിസ്റ്റത്തിൽ എൻക്രിപ്റ്റഡ് മോഡൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് സിസ്റ്റം എപ്പോഴും ആക്റ്റീവാണ്. സിസ്റ്റത്തിൽ എപ്പോഴും പ്രൈസ് കയറിക്കൊണ്ടേയിരിക്കും. സോ ഇന്ന് നമ്മൾ വാങ്ങി വെച്ചാൽ നമുക്ക് വളരെ വേഗം ഒരു പ്രോഫിറ്റിൽ എത്താൻ സാധിക്കും. ആ വേഗതയെ കുറിച്ചാണ് ആളുകൾ ആശങ്കപ്പെടുന്നത്. എന്താണ്, ഒരു ദിവസം കൊണ്ട് കിട്ടുമോ, ഒരു മണിക്കൂർ കൊണ്ട് കിട്ടുമോ, ഒരു മാസം കൊണ്ട് കിട്ടുമോ, ഒരാഴ്ച കൊണ്ട് കിട്ടുമോ, 10 ദിവസം കൊണ്ട് കിട്ടുമോ, 14 ദിവസം കൊണ്ട് കിട്ടുമോ? ഇങ്ങനെയുള്ള ചില ചിന്തകളും ആശങ്കകളും. അതിൽ ആശങ്ക കൂടുതലുള്ള ആൾക്കാർ ആരാന്നറിയോ? ഇന്ന് വന്നു, നമുക്കറിയാം, ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ബിസിനസ്സിൽ ഒരു 30% ലാഭമൊക്കെ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു 30% ലാഭമൊക്കെ പ്രതീക്ഷിക്കണമെങ്കിൽ ഒരു മാസമെങ്കിലും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു മാസമെങ്കിലും നമ്മളൊന്ന് കാത്തിരിക്കേണ്ടി വരും. പലപ്പോഴും പല മേഖലയിലും ആളുകൾ പറയുന്നത് ഒരു വർഷം കൊണ്ടൊക്കെ ഒരു 30% ലാഭം കിട്ടാനുള്ള ചാൻസ് മാത്രമേ പ്രസന്റ് മാർക്കറ്റിൽ ഉള്ളൂ എന്നാണ്.
ഇവിടെ ഗുഡ സെഗ്മെന്റിലുള്ള ഒരു പുതിയ പ്രൊജക്ട് വന്നപ്പോ അതിൽ 8 ദിവസം കൊണ്ടോ 9 ദിവസം കൊണ്ടോ മാർക്കറ്റ് പ്ലേസിൽ 30% ലാഭം കിട്ടുമെന്ന് പറയുമ്പോൾ ആ ലാഭം സെല്ല് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് എടുക്കാൻ ഒരു 3-4 ദിവസം എടുത്തേക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനു ആശങ്കപ്പെടണം? ആശങ്കയ്ക്ക് യാതൊരു സ്കോപ്പും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം വ്യത്യസ്തമായ ഒരു സമീപനത്തിലൂടെ നമ്മൾ കടന്നു വന്നിട്ടേ ഉള്ളൂ. വ്യത്യസ്തമായ ഒരു കാൽക്കുലേഷൻ അടിസ്ഥാനമായ ഒരു ലോജിക്ക് മാർക്കറ്റിൽ കഴിഞ്ഞ 14 മാസം കൊണ്ട് പ്രൂവ് ചെയ്തു വെച്ച ലോജിക്ക് അതുവഴി നടക്കുന്ന ഒരു മാർക്കറ്റ് പ്ലേസിന്റെ ചലനം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അധികം ആൾക്കാർ ഈ സിസ്റ്റത്തിന്റെ ഈ പ്ലാറ്റ്ഫോമിന്റെ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. പ്രൊമോഷൻസ് കൂടിയാൽ, വിവിധ മേഖലയിലേക്ക് ഡിസ്കഷൻ കൂടിയാൽ, ഇപ്പോ ഈ മീറ്റിംഗുകളിൽ തന്നെ 358 പേരെ എനിക്ക് കാണാൻ സാധിക്കും. ഇപ്പോ നിങ്ങളുടെ കയ്യിൽ ഹിന്ദി സൂമിന്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കൂ, അവിടെയും കാണാൻ 100 ആൾക്കാർ. എന്താണ് ഹിന്ദി മേഖലയിലുള്ള ആൾക്കാർ ഈ സൂമിൽ വരാത്തത്? നമ്മൾ എന്തുകൊണ്ടാണ് ഹിന്ദി സൂമിൽ പോകാത്തത്? ലാംഗ്വേജിന്റെ പ്രശ്നമായിരിക്കാം. പക്ഷെ അവിടെ സംസാരിക്കുന്നതും ഈ ചതുരോഷൻ എന്ന സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. നമ്മൾ സംസാരിക്കുന്നതും ചതുരോഷൻ എന്ന സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഇതേ സമയം തന്നെ ഇന്ത്യയുടെ വിവിധ മേഖലകളിലായി, വിവിധ സ്റ്റേറ്റിലായി, വിവിധ ഭാഷകളിലായി ഈ സിസ്റ്റത്തെ കുറിച്ച് സംസാരിക്കുന്ന ഇവന്റുകൾ ഉണ്ടാകും. ഗ്രൂപ്പ് മീറ്റിംഗ് വഴിയാകാം, ഹൗസ് മീറ്റിംഗ് വഴിയാകാം, 1-to-1 റെസ്റ്റോറന്റിൽ നിന്ന് ചായ കുടിച്ചിട്ട് വഴിയാകാം. ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് സിസ്റ്റം മാറാൻ പോവുകയാണ്. സൗത്ത് ആഫ്രിക്കൻ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഉഗാണ്ടയിലേക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു സ്റ്റെപ്പ് തുടങ്ങി. ഈ അടുത്ത ദിവസം വേറൊരു രാജ്യം, വേറൊരു ആഫ്രിക്കൻ രാജ്യം, അവിടെ നിന്ന് ഒരു എൻക്വയറി വന്നിട്ടുണ്ട്. സാർ, ഒരു മീറ്റിംഗ് വേണം, ഏത് സമയത്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, നമുക്ക് പ്ലാൻ ചെയ്യാം. ഇംഗ്ലീഷോ സംസാരിക്കണം, ഡോണ്ട് വറി. ഇംഗ്ലീഷോ ഹിന്ദിയോ തമിഴോ പഞ്ചാബിയോ ഏത് ലാംഗ്വേജോ ആകട്ടെ, അതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരേ ഒരു കാര്യമാണ്, എന്താണ് ഗുഡ ടെക്നോളജി. ഗുഡ ടെക്നോളജിയുടെ ബേസ് എന്താണ്? ബൈ നടക്കുമ്പോൾ, സെല്ല് നടക്കുമ്പോൾ വില കൂടുന്നത് എങ്ങനെയാണ്? ഈ അൽഗോരിതം ലോകത്ത് ഇതുവരെ ചർച്ച ചെയ്യപ്പെടാത്തതാണ്. ഈ അൽഗോരിതത്തിന് ലോകത്ത് പ്രസക്തിയുണ്ട് എങ്കിൽ ഈ സിസ്റ്റം ലോകത്ത് എവിടെയും ചലിക്കും. മലേഷ്യയിൽ ചലിക്കും, ഓസ്ട്രേലിയയിൽ ചലിക്കും, സിംഗപ്പൂരിൽ ചലിക്കും, ദുബായിൽ ചലിക്കും, അമേരിക്കയിൽ ചലിക്കും, US-ലും UK-ലും എവിടെ എല്ലായിടത്തും ചലിക്കും. അങ്ങനെ ചലിക്കുമെങ്കിൽ ഇവിടെ ബയേഴ്സ് വരും, ബയേഴ്സിന്റെ ട്രെൻഡ് വരും. ഞാൻ ഇന്ന് വൈകിട്ട് ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോ, ഞങ്ങൾ 3 പേര് കോൺഫറൻസിൽ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, നമ്മൾ 3 പേരും സംസാരിക്കുന്നത് മാർക്കറ്റ് പ്ലേസിനെ കുറിച്ചിട്ടാണ്. സെയിം ഇതുപോലെ 3 പേരുടെ ഒരു 100 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ 300 പേർ സംസാരിക്കുന്ന മാർക്കറ്റ് പ്ലേസിനെ കുറിച്ചായിരിക്കും. അപ്പൊ ഒരു 1000 ഗ്രൂപ്പ് ഉണ്ടെങ്കിലോ 3000 പേർ സംസാരിക്കുന്നത് ഈ മാർക്കറ്റ് പ്ലേസിനെ കുറിച്ചിട്ടാണ്. ഇതിൽ നിന്ന് $1000 വാങ്ങാനുള്ള തീരുമാനം വന്നാൽ 1000 into 1000 $10 ലക്ഷം ബൈ ഓർഡർ ആയിരിക്കും മാർക്കറ്റ് പ്ലേസിലേക്ക് വരിക. ഈ മാർക്കറ്റ് പ്ലേസിൽ വരുന്ന ഈ സിസ്റ്റമാണ് ഇതിന്റെ റിയൽ പവർ. ആ റിയൽ പവർ എൻജോയ് ചെയ്യുന്ന രൂപത്തിലേക്ക് നമ്മൾ ഈ ബിസിനസിനെ കൊണ്ടുവന്നാൽ നമുക്ക് ലഭിക്കുന്ന ട്രേഡർ, പ്രോ ട്രേഡർ പോയിന്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ട്രേഡർ പോയിന്റ്? എന്താണ് പ്രോ ട്രേഡർ പോയിന്റ്? ടോവയിൽ നമ്മൾ വാങ്ങുന്നു, മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ വാങ്ങുന്നു. ഈ അനുപാതമാണ് ട്രേഡർ പോയിന്റ് കാരണമായി തീരുന്നത്. സോ ഇന്ന് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന പുതിയ റൂള് പ്രകാരം $250 ടോവയിൽ നിന്ന് വാങ്ങിയാൽ $750 മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങാം. തിരിച്ചു വീണ്ടും ടോവയിൽ വാങ്ങാതെ മാർക്കറ്റ് പ്ലേസിൽ വാങ്ങാൻ സാധിക്കില്ല. അപ്പോ 250-750 എന്ന അനുപാതം കീപ്പ് ചെയ്ത ഒരാൾ ഒരു ട്രേഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു പോയിന്റ് നേടിയിട്ടുണ്ടാകും. ആ പോയിന്റ് അടുത്ത ട്രേഡിലേക്ക് വരുമ്പോൾ 2 പോയിന്റ് ആകും, അടുത്ത ട്രേഡിൽ വരുമ്പോൾ 3 പോയിന്റ് ആകും. സോ 250-750 റേഷ്യോയിൽ എത്ര പ്രാവശ്യം ഒരു മാസത്തിൽ വാങ്ങാൻ പറ്റും? അത് 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള സമയത്ത് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യൂ. ഇന്ന് മെയ് മാസം 23-ാം തീയതിയാണ്. ഇതുവരെ നമ്മൾ നേടിയെടുത്ത പോയിന്റ്, ഇനി വരാൻ പോകുന്ന 7 ദിവസം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ട്രേഡിലൂടെ വരാൻ പോകുന്ന പോയിന്റ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ മാസം എത്ര ട്രേഡർ പോയിന്റ് എന്ന് കണക്കാക്കുക. ട്രേഡർ പോയിന്റ് എന്താണ് വേണ്ടത്? സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്നും ടോവയിൽ നിന്നും, അതായത് 5% എക്സ്ട്രാ കിട്ടുന്ന രൂപത്തിൽ 14 ദിവസം ലോക്കിംഗ് പീരീഡ് എന്ന രൂപത്തിൽ $250 വാങ്ങണം. $750 മാർക്കറ്റ് പ്ലേസിൽ, അതായത് 1% എക്സ്ട്രാ സർവീസ് ചാർജ് കൊടുത്ത് ലോക്കിംഗ് പീരീഡ് ഇല്ലാതെ നമ്മൾ വാങ്ങണം. അങ്ങനെ വാങ്ങുമ്പോൾ ആ അനുപാതത്തിൽ ഒരു പോയിന്റ് ജനറേറ്റ് ചെയ്യപ്പെടും. ഈ വാങ്ങൽ, ഈ $750 മാർക്കറ്റ് പ്ലേസിലെ വാങ്ങൽ, അത് ഓട്ടോമാറ്റിക്കലി പ്രോ ട്രേഡർ പോയിന്റിന് കൗണ്ട് ചെയ്യപ്പെടും. കാരണം പ്രോ ട്രേഡർ പോയിന്റിൽ പറയുന്നത് മാർക്കറ്റ് പ്ലേസിൽ $1000 കൊണ്ട് വാങ്ങണം. $1000 ടോവ വാങ്ങി.
സോ 750 ഓൾറെഡി വാങ്ങിക്കഴിഞ്ഞു. ഒരു 250 കൂടെയും മാർക്കറ്റ് പ്ലേസിൽ വാങ്ങിയാൽ 1000 ആയി. സ്വാഭാവികമായിട്ടും ഈ വാങ്ങിയത് നമ്മൾ വിൽക്കും. അങ്ങനെ വിൽക്കുന്നത് മാർക്കറ്റ് പ്ലേസിൽ തന്നെയാണ്. സോ 1000 സെല്ല് നടന്നു. $1000 ബൈയും $1000 സെല്ലും നടന്നാൽ ഒരു പ്രോ ട്രേഡർ പോയിന്റ് ജനറേറ്റ് ആകും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് സ്ക്രീനിന്റെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചുകൊണ്ട് ഗ്രൂപ്പിലെല്ലാം ഒരു മെസ്സേജ് അയച്ചിരുന്നു. ഒരു ആക്റ്റീവ് ട്രേഡറുടെ ഈ മാസത്തെ പോയിന്റ് ആണ്. ഏതാണ്ട് 20 പോയിന്റ് പ്രോ ട്രേഡറിലും ഏതാണ്ട് 9 പോയിന്റ് ട്രേഡർ പോയിന്റിലും അദ്ദേഹം നേടിക്കഴിഞ്ഞു. അതായത് 250-750 റേഷ്യോയിൽ 9 ട്രേഡ് അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു എന്നർത്ഥം. അതൊരു പക്ഷേ കൃത്യമായി 250ന്റെ 9 പ്രാവശ്യം വാങ്ങിയതാവില്ല. അദ്ദേഹം വാങ്ങിയത് 250 × 9 എത്രയാണ്? 1750 ടോവയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാകും അല്ലെ? അല്ല, 4 3 7 ആയിട്ടുള്ളൂ. 3250 2250 കൊണ്ട് ടോവൽ വാങ്ങിയിട്ടുണ്ടാകും. അപ്പൊ 9 ട്രാൻസാക്ഷൻ ആയി. അതിന്റെ 3 ഇരട്ടിക്ക് മാർക്കറ്റ് പ്ലേസിൽ വാങ്ങിയിട്ടുണ്ടാകും. സോ 9 പോയിന്റ് ജനറേറ്റ് ചെയ്യപ്പെട്ടു. സിസ്റ്റം നോക്കുന്നത് കൃത്യമായിട്ട് 250 300 അങ്ങനെ നോക്കുന്നില്ല. നിങ്ങൾ വാങ്ങിയത് 300 200 400 500 അങ്ങനെ പല സംഖ്യ കൊണ്ടാകാം. ഇതിന്റെ ടോട്ടൽ സ്മാർട്ട് കോൺട്രാക്ട് ബൈ എത്രയാണ്? അതിന്റെ 3 ഇരട്ടി മാർക്കറ്റ് പ്ലേസിൽ വാങ്ങിയിട്ടുണ്ടോ എങ്കിൽ അത്രയും പോയിന്റ് ജനറേറ്റ് ചെയ്യപ്പെടും. ഇതാണ് സിസ്റ്റം നോക്കുന്നത്. അതിന്റെ മിനിമം റേഷ്യോ 250 ആണ്. 100 300 വാങ്ങിയാൽ പോയിന്റ് കിട്ടില്ല. 200 600 വാങ്ങിയാൽ പോയിന്റ് കിട്ടില്ല. 250 750 ഉണ്ടെങ്കിലേ പോയിന്റ് കിട്ടൂ. അതുപോലെ തന്നെയാണ് പ്രോ ട്രേഡർ. നമ്മൾ വാങ്ങുന്ന ടോട്ടൽ പോയിന്റ്. അപ്പൊ കഴിഞ്ഞ മാസത്തെ പോയിന്റ് ഇവിടെ കൂട്ടൂല കേട്ടോ. കഴിഞ്ഞ 30-ാം തീയതിക്കുള്ളത് കഴിഞ്ഞ 30-ാം തീയതി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ വാങ്ങിയ ഓരോ ബൈയും ഓരോ സെല്ലും പ്രോ ട്രേഡർ പോയിന്റിനെ കൗണ്ട് ചെയ്യും. സർ, ഇത്രയും നിലക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ പോയിന്റിനെ കുറിച്ച് സംസാരിച്ചു. ഈ പോയിന്റ് നേടിയിട്ട് എന്താ ഗുണം? അവിടെയാണ് ഈ സിസ്റ്റത്തിന്റെ ബ്യൂട്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതുവരെയുള്ള നമുക്കുള്ള എക്സ്പീരിയൻസുകൾ ഏത് മാർക്കറ്റ് പ്ലേസിൽ ട്രേഡ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, ഒരുപക്ഷെ $1 ലക്ഷം ടേൺ ഓവർ ആ മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ ഒരു മാസം ചെയ്തിട്ടുണ്ടാകും. ആ ടേൺ ഓവറിൽ ധാരാളം ബൈ നടത്തിയിട്ടുണ്ട്, ധാരാളം സെല്ല് നടത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ലാഭവും നഷ്ടവും സംഭവിച്ചിട്ടുണ്ടാകും. ലാഭമായിക്കോട്ടെ നഷ്ടമായിക്കോട്ടെ ആ പ്ലാറ്റ്ഫോമിലുള്ള സർവീസ് ചാർജ് നമ്മൾ കൊടുത്തേ പറ്റൂ. പക്ഷെ അങ്ങനെ കൊടുത്ത സർവീസ് ചാർജിൽ നിന്ന് ഒരു പ്ലാറ്റ്ഫോമും ഒരാൾക്കും ഇതുവരെ ഒരു റവന്യൂവും കൊടുത്തിട്ടില്ല. എന്നാൽ ടോവ മാർക്കറ്റ് പ്ലേസിലുള്ള ഓരോ ട്രേഡും നമുക്ക് ലാഭകരമാണ്. അത് വാങ്ങി 8-9 ദിവസം കൊണ്ട് 30% ലാഭത്തിലെത്തി, വിൽക്കാനിട്ടു, 4-5 ദിവസം കൊണ്ട് അത് വിറ്റ് പൈസയായി. മതിയെന്നേ, മതി, ആ ഒരു പ്രോസസ് മതി. പക്ഷെ ഉറപ്പായിട്ട് 30% ലാഭത്തിൽ എടുക്കാം. ഇനി 30% വരെ കാത്തിരിക്കാൻ തയ്യാറല്ല, 10%, 15%, 20% ഉള്ള സംബന്ധം വിളിച്ചോളൂ. ടോവ എന്ന പ്ലാറ്റ്ഫോമിൽ വാങ്ങുമ്പോൾ മാത്രം 14 ദിവസം ലോക്കിംഗ് പീരീഡ് ഉണ്ട്. ആ ലോക്കിംഗ് പീരീഡ് കഴിയാതെ വിൽക്കാൻ സാധിക്കില്ല. മാർക്കറ്റ് പ്ലേസിൽ ആ ചോയ്സും ഇല്ല. അപ്പോ റേഷ്യോ കീപ്പ് ചെയ്ത് ടോവയിലും മാർക്കറ്റ് പ്ലേസിലും മാറി മാറി വാങ്ങുന്ന ഒരാൾ ഒരു മാസം കൊണ്ട് അത്യാവശ്യം നല്ലൊരു സംഖ്യയുടെ ടേൺ ഓവർ ചെയ്യുന്നുണ്ടാകും. ഈ ടേൺ ഓവർ പൂർണ്ണമായിട്ടും ലാഭകരമായി തന്നെ അയാൾക്ക് അവസാനിപ്പിക്കാൻ പറ്റും. ആ കാത്തിരിപ്പ് എത്ര ദിവസമാണെങ്കിലും ലാഭത്തിൽ തന്നെയാണ് ഈ സിസ്റ്റത്തിൽ നിന്ന് ഒരാൾ എക്സിറ്റ് ആയി മാറുന്നത്. അയാൾ വീണ്ടും വാങ്ങണമോ വേണ്ടയോ എന്നോ അയാൾക്ക് തീരുമാനിക്കാം. പക്ഷേ നേടുന്ന പോയിന്റുകൾ അത് മാസവരുമാനമായിട്ട് മാറുന്ന പ്രോസസ് ഇവിടെ കാണാം. കാരണം സിസ്റ്റത്തിന് കിട്ടിയ റവന്യൂ അത് സർവീസ് ചാർജിനത്തിൽ കിട്ടിയ റവന്യൂ ആണ്. ബൈ നടന്നപ്പോ 1% കൊടുത്ത സർവീസ് ചാർജ്, സെല്ല് നടന്നപ്പോൾ 3% കൊടുത്ത സർവീസ് ചാർജ്. ഈ സർവീസ് ചാർജിൽ നിന്ന് 10% ട്രേഡർ പൂളിലേക്കും 10% പ്രോ ട്രേഡർ പൂളിലേക്കും സിസ്റ്റം മാറ്റി വെച്ചിട്ടുണ്ട്. ഒപ്പം ടോവയിൽ നടക്കുന്ന ടേൺ ഓവറിന് 5%, 2.5% ട്രേഡറിലേക്കും 2% പ്രോ ട്രേഡറിലേക്കും മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു മാസത്തിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ഫണ്ട്, ട്രേഡിന്റെ വോളിയം കൂടുന്തോറും ആ ഫണ്ടിന്റെ അളവ് കൂടും. കാരണം എല്ലാവരും സെല്ല് ചെയ്യും, 3% സർവീസ് ചാർജ് കൊടുക്കും. അപ്പൊ ഞാൻ $20,000 സെല്ല് നടത്തിയിട്ടുണ്ടെങ്കിൽ 20,000-ന് 3% ഞാൻ കൊടുക്കുന്നതാണ്. $2 ലക്ഷം സെല്ല് ചെയ്യാൻ നടത്തിയിട്ടുണ്ടെങ്കിൽ 2 ലക്ഷത്തിന് 3% ഞാൻ കൊടുക്കുന്ന സർവീസ് ചാർജ് ആണ്. ഇങ്ങനെ സിസ്റ്റത്തിലുള്ള ഓരോ ആളുകളും ആ സർവീസ് ചാർജ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ അതിലൂടെ കിട്ടാൻ പോകുന്ന ഒരു ഫണ്ട് എന്ന് പറയുന്നത് ചെറിയ സംഖ്യയല്ല. ഈ ഫണ്ടിനെ ഈ ടോട്ടൽ പോയിന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പോയിന്റിന്റെ വില കിട്ടും. ആ പോയിന്റിന്റെ വിലയാണ് ആ മാസ വരുമാനമായിട്ട് കൊടുക്കുന്നത്. മാർച്ച് 18-ാം തീയതിയാണ് ഈ സിസ്റ്റം ഓപ്പൺ ആയത്. മാർച്ച് 31 സമയത്ത് എനിക്ക് പോയിന്റ് ഒന്നും നേടാൻ സാധിച്ചില്ല. പക്ഷേ ഏപ്രിൽ 1 മുതൽ 30-ാം തീയതി വരെയും ഈ ട്രേഡർ പ്രോ ട്രേഡർ പോയിന്റിന്റെ സാധ്യത മനസ്സിലാക്കി ഒന്ന് ട്രേഡ് ചെയ്തപ്പോ $97
മെയ് മാസം 2-ാം തീയതി എന്റെ അക്കൗണ്ടിലേക്ക് വന്നു ചേർന്നത് $97. ആ ട്രേഡ് മുഴുവൻ ലാഭത്തിലായിരുന്നു എന്ന് മാത്രമല്ല ഒരു എക്സ്ട്രാ $97 എനിക്ക് ലഭിക്കുന്ന അവസ്ഥ ഉണ്ടായി. സോ ഈ മെയ് മാസത്തിൽ ഞാൻ ആ ഫോക്കസിൽ തന്നെയാണ് ട്രേഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് പോയിന്റ് ഞാനും കരസ്ഥമാക്കിയിട്ടുണ്ട്. മെയ് 31-നുള്ളിൽ പരമാവധി പോയിന്റ് എങ്ങനെ കരസ്ഥമാക്കാമെന്ന റിസർച്ചിലാണ് ഞാൻ എന്ന വ്യക്തിയുള്ളത്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ സെൽ ഓർഡറിൽ എത്ര സെൽ ഓർഡർ കിടക്കുന്നുണ്ടെന്ന് ഞാൻ നോക്കാറില്ല. സെല്ല് ചെയ്ത പോയിന്റ് എന്ന് പൈസയായി മാറുന്നുവെന്ന് ഞാൻ നോക്കാറില്ല. അത് വരട്ടെ, ഏതായാലും ഉറപ്പാണ് അത് വരുമ്പോൾ 30% ലാഭം ഉണ്ടാകും. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. സോ അതിനെടുക്കുന്ന സമയം അത് എങ്ങനെ കുറയ്ക്കാം, അതിന് പ്രൊമോഷൻ എങ്ങനെ ചെയ്യാം, എങ്ങനെ കൂടുതൽ ഈ സാധ്യത മനസ്സിലാക്കി കൊടുക്കാം. ഞാൻ എന്ന വ്യക്തി $10,000 കൊണ്ട് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 10,000-ന് 30% ലാഭം എന്ന് പറയുമ്പോൾ $3,000 എനിക്ക് ലാഭമുണ്ട്. $3,000 എന്ന് പറഞ്ഞാൽ 2,70,000 ലാഭമാണ്. ഈ 2,70,000 ലാഭം എടുക്കാൻ ഈ സിസ്റ്റത്തിലേക്ക് എനിക്ക് എന്ത് കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റും? ഈ സിസ്റ്റത്തെ കുറിച്ച് എത്ര പേരോട് എനിക്ക് പറയാൻ പറ്റും? സമൂഹത്തിലുള്ള എത്ര പേരെ ബയറായിട്ട് ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും? കാരണം എന്റെ കയ്യിലുള്ള ഉൽപ്പന്നം ഠോവ എന്ന ഉൽപ്പന്നമാണ്. ടെതറോഷൻ വിർച്വൽ അസറ്റ് ആണ്. അത് വാങ്ങാൻ ആളുകളെ സൃഷ്ടിക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഞാൻ പൈസ മുടക്കി വെറുതെ ഇരുന്നാൽ പൈസ കിട്ടുന്ന ഒരു സിസ്റ്റമായിട്ട് നമ്മൾ അനുമാനിക്കേണ്ട ആവശ്യമേ ഇല്ല. അങ്ങനെ ഞാൻ ഫോക്കസ് ചെയ്യുമ്പോൾ എനിക്ക് പ്രോ ട്രേഡർ പോയിന്റിലൂടെ ഒരു മന്ത്ലി ഇൻകം കിട്ടാൻ പറ്റുന്ന സാധ്യതയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുമ്പോൾ ആ സാധ്യത എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലേക്ക് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുമ്പോൾ കയ്യിലേക്ക് ഒഴുകി വരുന്നത് ട്രേഡിംഗ് പ്രോഫിറ്റ് മാത്രമല്ല, ഒരു മന്ത്ലി സാലറി പോലെ ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. ഞാൻ പലപ്പോഴും ഡിസ്കസ് ചെയ്യുമ്പോൾ, പലപ്പോഴും അനലൈസ് ചെയ്യുമ്പോൾ, ഇതിന്റെ ക്രിയേറ്റേഴ്സ് ആയ ശിവദാസ് സാറിനോടും സിനോഫ സാറിനോടും ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ട്രേഡർ പ്രോ ട്രേഡർ പോയിന്റിന്റെ സാധ്യതയെ കുറിച്ച് ഞാൻ കൂടുതൽ ആഴത്തിൽ പഠിക്കാറുണ്ട്. എന്തുകൊണ്ടെന്നറിയോ? ഇപ്പോൾ മാർക്കറ്റ് പ്ലേസുകളിൽ അത് സ്റ്റോക്കിലായാലും കമ്മോഡിറ്റിയിലായാലും ഫോറക്സിലായാലും ക്രിപ്റ്റോയിലാണെങ്കിലും ഒരുപാട് ടെൻഷൻ അനുഭവിച്ചിട്ടാണ് ആളുകൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് നോക്കി, കാൻഡിൽ നോക്കി, ട്രെൻഡ് നോക്കി, ഇവന്റുകൾ നോക്കി, ഇന്റർനാഷണൽ പൊളിറ്റിക്സ് നോക്കി, ഇതെല്ലാം നോക്കി അനലൈസ് ചെയ്ത് ഒരു ട്രേഡ് എടുത്താലും ലോസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു 3 മുതൽ 10% കൂടുതൽ ഒരു മാസത്തിൽ ആവറേജ് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നില്ല. അതും എത്ര ടെൻഷൻ അടിച്ചിട്ടാണ്. ഇന്ന് രാവിലെ എടുത്ത ട്രേഡ് ചിലപ്പോൾ വിറ്റ് പോകുന്നത് ചിലപ്പോൾ 5-6 ദിവസം കഴിഞ്ഞിട്ടാകാം. കാരണം രാവിലത്തെ ട്രേഡ് നേരെ താഴെ പോയി. പ്രൈസ് ഒന്ന് താഴെ പോയാൽ അത് ആവറേജ് ചെയ്ത് ഇത് റിക്കവറി ചെയ്ത് പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് എത്തിക്കാൻ, മുതൽ മുടക്ക് നഷ്ടപ്പെടാത്ത രൂപത്തിൽ എത്തിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആൾക്കാർ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കോ ഒരു ടെൻഷനും ഇല്ല. പൈസ ഉണ്ടോ വാങ്ങി വെക്കുക, ലാഭത്തിലെത്തുമ്പോൾ വിൽക്കുക, വിറ്റ് പോകുന്ന ദിവസം മാത്രം കാത്തിരിക്കുക. എത്ര സിമ്പിൾ ആശയമാണെന്ന് ആലോചിച്ച് നോക്കി. ഈ ആശയത്തിന്റെ പവർ ഈ ട്രേഡേഴ്സിന് എത്തിച്ചു കൊടുത്താൽ അവർ മെന്റലി റിലാക്സ്ഡ് ആവും, ഫിസിക്കലി റിലാക്സ്ഡ് ആവും. ടെൻഷൻ അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ടെൻഷനും ഇല്ലാതെ അവരുടെ ട്രേഡിംഗ് നോളജും എക്സ്പീരിയൻസും യൂസ് ചെയ്തുകൊണ്ട് ടെതറോഷൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് കൈനിറയെ പണം സമ്പാദിക്കാൻ പറ്റുന്ന അവസരം, അത് മന്ത്ലി റവന്യൂ ആയിട്ട് അവർ മാറ്റിയെടുക്കാൻ പറ്റുന്ന അവസരം, ഒരു മന്ത്ലി സാലറി പോലെ ഒരു ഫിക്സഡ് ഇൻകം നേടിയെടുക്കാൻ പറ്റുന്ന അവസരം, ഈ അവസരം നമ്മളൊന്ന് മാർക്കറ്റ് ചെയ്താൽ നമുക്ക് അഫിലിയേറ്റ് പ്രോഗ്രാമിലൂടെ ഇൻകം നേടാം. അത് സ്മാർട്ട് കോൺട്രാക്റ്റിലുണ്ട്, അത് മാർക്കറ്റ് പ്ലേസിലുണ്ട്, ഈവൻ ടെതറോഷൻ എന്ന പ്ലാറ്റ്ഫോമിൽ കൊടുക്കുന്ന ഫസ്റ്റ് രജിസ്ട്രേഷനിലുമുണ്ട്. ആദ്യത്തെ 10 ലെവലിലേക്ക് സിസ്റ്റം ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അത് $20 നിന്ന് 23% മാറ്റിവെച്ചിരിക്കുന്നത്. മാർക്കറ്റ് പ്ലേസിൽ കിട്ടുന്ന ബൈ നടക്കുന്ന സർവീസ് ചാർജിൽ നിന്ന് ആ 1% സർവീസ് ചാർജിന്റെ 23% അതിന് മാറ്റിവെച്ചിട്ടുണ്ട്. സെല്ല് കൊടുക്കുമ്പോൾ നടക്കുന്ന 3% സർവീസ് ചാർജിന്റെ 23% ആ 10 ലെവലിലേക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അതിന്റെ കണക്ക് ലെവൽ 1, 2-ൽ 10%, 3%. ഒരു ക്രൈറ്റീരിയം ഇല്ലാതെ വരുമാനം നേടിയെടുക്കാം. 3, 4, 5 ഈ ലെവലിൽ 2% വീതമുണ്ട്. അവിടെ $50, $5 റെഫറൽ, $250 ബിസിനസ് വോളിയം. ഈ ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് 3, 4, 5 ലെവലിൽ ഇൻകം കിട്ടൂ. ഇന്ന് എന്റെ കസിൻ സൗദിയിൽ നിന്ന് വിളിച്ചു. ഞാനിങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ലെവൽ 4-ൽ നിന്ന് ഇൻകം എനിക്കില്ല. എന്തുകൊണ്ടായിരിക്കും ഇല്ലാത്തത്? ആളുകൾ ചിന്തിക്കുകയാണ്, ലെവൽ 4-ൽ നിന്ന് എന്തുകൊണ്ട് ഇൻകം ഇല്ല? അപ്പൊ 3, 4, 5 ലെവലിൽ ഇൻകം കിട്ടാൻ ആവശ്യമായ കണ്ടീഷൻ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? തീർച്ചയായും അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം നോക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ടോവയിൽ കമ്മീഷൻ ഉണ്ട്, ടെതറോഷനിൽ കമ്മീഷൻ ഇല്ല. അതെന്തുകൊണ്ട്? എന്തോ മിസ്റ്റേക്ക് ആണ്. സത്യത്തിൽ സംഭവിച്ചെന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ ജീനോളജി ഡെവലപ്പ് ചെയ്ത് പോയപ്പോ, അദ്ദേഹത്തിന്റെ ടീം സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് പോയപ്പോ
അദ്ദേഹം ഈ 3, 4, 5 ലെവലിൽ ഇൻകത്തിനുള്ള എലിജിബിലിറ്റി ആദ്യം വിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്താ എലിജിബിലിറ്റി? 5 ഡയറക്ട് റെഫർ എന്ന പ്രോസസ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അവിടെ എൻട്രി നടന്നപ്പോ $20 രജിസ്ട്രേഷൻ നടന്നപ്പോ ആ ലെവലിൽ അദ്ദേഹത്തിന് ഇൻകം കിട്ടിയില്ല. പക്ഷെ ആ എൻട്രി കയറിയത് മനസ്സിലാക്കിയപ്പോ അദ്ദേഹം പെട്ടെന്ന് ഈ 5 ഡയറക്ട് റെഫറൽ കംപ്ലീറ്റ് ചെയ്തു. 5 ലെവലിൽ ഇൻകത്തിന് എലിജിബിലിറ്റി ഓപ്പൺ ആക്കി വെച്ചു. സോ അവർ ടോവയിൽ നിന്ന് വാങ്ങിയപ്പോ അതിന്റെ കമ്മീഷൻ വരികയും ചെയ്തു. അപ്പൊ അദ്ദേഹം നോക്കിയപ്പോ ടെതറോഷിൽ കമ്മീഷൻ ഇല്ല, പക്ഷെ ടോവയിൽ കമ്മീഷൻ ഉണ്ട്. അപ്പൊ സിസ്റ്റം മിസ്റ്റേക്ക് ആണോ? ക്ലാരിഫൈ ചെയ്ത് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി മിസ്റ്റേക്ക് സിസ്റ്റത്തിന്റെ അല്ല, അദ്ദേഹത്തിന്റെയാണ്. കാരണം പൊതുവെ സമൂഹത്തിന് ഒരു തെറ്റിദ്ധാരണയുണ്ട്. എന്താണത്? ഇങ്ങനെയുള്ള സിസ്റ്റങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കുന്നേ, അത് കുറച്ചു പേർക്കൊക്കെ നല്ല രൂപ കൊടുക്കും, കുറച്ചു പേർക്കൊന്നും കൊടുക്കൂല. ഏതായാലും ടെതറോഷ് എന്ന പ്ലാറ്റ്ഫോം 2024 മാർച്ച് 20 തുടങ്ങിയതിനു ശേഷം ഇതുവരെ എടുത്ത് പരിശോധിക്കുമ്പോൾ വളരെ ഭംഗിയായിട്ട് അത് പോകുന്നുണ്ട്. അതിന്റെ തുടക്കത്തിൽ കുറച്ച് ഗ്ലിച്ചസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഒരു 3-4 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് ഫിക്സ് ആക്കി. സെയിം മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ആയി. ഇപ്പോൾ 2 മാസേ ആയിട്ടുള്ളൂ. കുറച്ച് ഗ്ലിച്ചസ് ഒക്കെ ഉണ്ട്. കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ വരും. പക്ഷെ ഒരു 3-4 മാസം കഴിഞ്ഞാൽ അതും കംപ്ലീറ്റ് ആകും. പിന്നെ ഒരു ജൈത്രയാത്രയായിരിക്കും. ആ ജൈത്രയാത്രയിൽ നമുക്ക് സ്വന്തമാക്കാനുള്ളത് ചെറിയ സംഖ്യയൊന്നുമല്ല, വലിയ സംഖ്യയാണ്. വലിയ അച്ചീവ്മെന്റ് ആണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. കാരണം ടെതറോഷൻ സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്ന് നമ്മൾ യൂണിറ്റുകൾ വാങ്ങുമ്പോൾ ആ വാങ്ങുന്ന എമൗണ്ടിന്റെ 15% ലെവൽ 1ൽ നമുക്ക് ഇൻകം ഉണ്ട്. ലെവൽ 2ൽ 4.5% ഇൻകം ഉണ്ട്. 3, 4, 5 ലെവലിൽ 3% ഇൻകം ഉണ്ട്. അതിനൊക്കെ ഈ സെയിം കണ്ടീഷനേ ഉള്ളൂ. $50, 5 ഡയറക്ട് റെഫറൽ, $250 ബിസിനസ്. ഈ $50 എന്താ? $20 രജിസ്റ്റർ ചെയ്യുന്നു, ഒരു $30 ടോവയിൽ വാങ്ങുന്നു. സോ $30 ടോവയിൽ വാങ്ങിയാൽ $90 മാർക്കറ്റ് പ്ലേസിൽ വാങ്ങണം. 90 വാങ്ങിയാൽ പിന്നെ 100ാമത് എന്ന് വാങ്ങാൻ പറ്റൂല. പകരം വീണ്ടും ടോവയിൽ നിന്ന് വാങ്ങണം. വാങ്ങിയതിനു ശേഷം വീണ്ടും അതിന് 3 ഇരട്ടി മാർക്കറ്റ് പ്ലേസിൽ വാങ്ങാം, വീണ്ടും ടോവയിൽ വാങ്ങാം, വീണ്ടും മാർക്കറ്റ് പ്ലേസ്. ഈ പ്രോസസ് ചെയ്തുകൊണ്ടേയിരിക്കണം. സ്വാഭാവികമായിട്ടും നമ്മുടെ ID വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. കാരണം എന്താ? ആദ്യം 20, 30 വാങ്ങി, 50 ആയി. രണ്ടാമത് വാങ്ങിയപ്പോൾ 100 വാങ്ങി, അത് 150 ആയി. സിസ്റ്റം പറയുന്ന 10 ലെവൽ ഇൻകത്തിന് $100 ക്യാപിറ്റൽ മതി. നമ്മുടെ ID വാല്യൂ 100 മതി. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാറുണ്ട്, നിങ്ങൾ $20 രജിസ്റ്റർ ചെയ്താൽ അപ്പൊ തന്നെ ടോവയിൽ നിന്ന് $100 വാങ്ങിക്കോ. സോ നിങ്ങളുടെ ID അവിടെ സേഫ് ആയി. ഇതുപോലുള്ള 5 പേരെ ഡയറക്ട് റെഫർ ചെയ്താൽ, അതായത് $20 രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന $100 ടോവയിൽ വാങ്ങാൻ കപ്പാസിറ്റി ഉള്ള ഒരു 5 പേരെ സ്പോൺസർ ചെയ്താൽ 10 ലെവൽ ഇൻകത്തിന് എലിജിബിലിറ്റി ആയി. സോ സിസ്റ്റം തരുന്ന എല്ലാ ഇൻകവും നമുക്ക് എൻജോയ് ചെയ്യാം. അതോടൊപ്പം റാങ്കുകൾ വിൻ ചെയ്യാം. സിൽവർ റാങ്ക് വെറും $5000 ബിസിനസ്സിലേക്ക് ടീം ടേൺ ഓവർ എത്തിയാൽ മതി. 4% അൺലിമിറ്റഡ് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ആകും. എല്ലാ ലെവലിലും 4% ഇൻകം കൂടും. ഗോൾഡ് റാങ്ക് 2 സിൽവർ, 5 ഡിഫറെന്റ് ലെഗ് ഉണ്ട്, ഡിഫറെന്റ് ലൈൻസ്. അതിൽ ഏതെങ്കിലും 2 ലൈനിൽ ഓരോ സിൽവർ. ടോട്ടൽ $25,000 ബിസിനസ്. 8% നമ്മുടെ ഇൻകം മാറ്റിയെടുക്കാം. ഒപ്പം എമറാൾഡിലേക്ക് വരുമ്പോൾ 2 ഗോൾഡ്, 12% ലെവലിലേക്ക് നമുക്ക് ഇൻകം മാറും. $1,00,000 ടേൺ ഓവർ ഉണ്ടാക്കിയാൽ മതി. സോ ഇന്ന് ഞാൻ ഡയമണ്ട് ക്വാളിഫൈ ചെയ്തു. ഏകദേശം $5,50,000 ബിസിനസ് വോളിയം ഉണ്ട്. 2 എമറാൾഡും ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഒരു എമറാൾഡ് എന്റെ ബിലൗഡ് സുഹൃത്ത് ഓൾറെഡി വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ടീമിൽ എമറാൾഡ് ഉണ്ട്. നെക്സ്റ്റ് ഡയമണ്ട് അദ്ദേഹമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഏതായാലും വരുന്ന സമയത്ത് നമുക്ക് അനൗൺസ് ചെയ്യാം. പക്ഷേ വാശിയോട് കൂടിയാണ് ഇന്ന് ടീമിലെ പല ആൾക്കാരും പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഫസ്റ്റ് ഡയമണ്ട് ആകണം, എനിക്ക് ഫസ്റ്റ് ഡയമണ്ട് ആകണം. ഗോൾഡ് ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്, എമറാൾഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്, ഡയമണ്ട് ഷിപ്പ് ഞാൻ ക്വാളിഫൈ ചെയ്യാൻ പോവുകയാണ്. ഈ ചിന്തയോടുകൂടി ആവേശത്തോട് ഈ സിസ്റ്റം ഏറ്റെടുക്കുമ്പോൾ ഈ മാർക്കറ്റ് പ്ലേസിൽ വലിയ മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ മാറ്റങ്ങൾ മുഴുവൻ ടെതറോഷിന്റെ അസറ്റായിട്ട് മാറുകയാണ്, ടെതറോഷിന്റെ പവറായിട്ട് മാറുകയാണ്. ഈ പവർ മുഴുവൻ എൻജോയ് ചെയ്യാൻ പോകുന്ന ആൾക്കാരായിട്ട് നമുക്ക് എല്ലാവർക്കും മാറാം. സോ സുഹൃത്തുക്കളെ, ഈ ആശയം സംതിങ് ഡിഫറെന്റ് ആണ്. ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു മാറ്റത്തെ കുറിച്ച് ഒരുപാട് പേര് എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിച്ചു. സർ, ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. എല്ലാവരും മാർക്കറ്റ് പ്ലേസിൽ മാത്രം ട്രേഡ് ചെയ്യുന്ന ഒരു അവസ്ഥ എനിക്കൊരു ഫീൽ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഈ ഒരു ബാലൻസിങ് 1:3 അനുപാതം അത് തീർച്ചയായും ഒരു ബ്യൂട്ടിഫുൾ ആണ്, ബ്യൂട്ടിഫുൾ ആയ അറ്റ്മോസ്ഫിയർ ആണ്. സോ എല്ലാവർക്കും വലിയൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സൂം പ്രസന്റേഷന്റെ ഒരു ഭാഗം ഞാൻ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യുകയാണ്. ശിവദാസ് സർ ലൈനുണ്ടോ? ശിവദാസ് സർ യാത്രയിലായിരുന്നു, ലൈനിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. യാത്ര കംപ്ലീറ്റ് ആയതോ എന്ന് എനിക്കറിയത്തില്ല.
ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് കുറച്ച് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊരു ഡിസ്കഷനിലേക്ക് പോകാം. കാരണം ഞാൻ 2-3 അപ്പോയിന്റ്മെന്റുകൾ വെയിറ്റ് ചെയ്ത് നിർത്തിയിട്ടാണ് ഞാൻ സൂമിൽ ഇരിക്കുന്നത്. സൂം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു വീഡിയോ കോളിലായിരുന്നു. കറക്റ്റ് 9:05 ആയപ്പോഴാണ് സൂം ആ വീഡിയോ കോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം ഞാൻ സൂം കഴിയട്ടെ എന്നിട്ട് വീണ്ടും ലൈനിൽ വരാമെന്ന് നിൽക്കുകയാണ്. സോ ഉണ്ണികൃഷ്ണൻ പിള്ളൈ, സോ സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഞാൻ സാറിന് ഇപ്പോൾ ഓപ്പൺ ആക്കി തരാം. സാർ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്തോളൂ. ഉണ്ണികൃഷ്ണൻ പിള്ളൈ. സാർ നമസ്കാരം. 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 പരിചയപ്പെടുത്താമോ? എൻ്റെ ഒരു ഉണ്ണികൃഷ്ണൻ. ഓക്കെ. സ്ഥലം? സ്ഥലം ആലുവ. ആലുവ. നമ്മുടെ ഉണ്ണികൃഷ്ണൻ സാറാണോ? നമ്മൾ പരിചയമുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല. ഓക്കെ സാർ സംസാരിച്ചോളൂ. ഞാൻ ഷിനോജിന്റെ കെയർ ഓഫിലുള്ള ആളാണ്. ഓക്കെ. അതെ, ഞാനൊരു $500 $520 ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് മന്ത്ലി ഇൻകം എത്ര കിട്ടും? ഒരു മന്ത്ലി ഫിക്സഡ് ഇൻകം എന്നൊരു കൺസെപ്റ്റ് ഇവിടെ ഇല്ല. കാരണം ഇതൊരു ട്രേഡ് ആണ് ഇവിടെ നടക്കുന്നത്. സാറ് ആ ഒരു എമൗണ്ട് ഉപയോഗിച്ച് എത്ര ബൈ നടത്തിയിട്ടുണ്ട്, എത്ര സെല്ല് നടത്തിയിട്ടുണ്ട്, സാർ ബൈ ചെയ്തതിനു ശേഷം സിസ്റ്റത്തിൽ എത്ര ബൈ നടന്നിട്ടുണ്ട്, എത്ര സെല്ല് നടന്നിട്ടുണ്ട്, ഇതിന്റെ അനുപാതത്തിലാണ് അവിടെ ഒരു പ്രോഫിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. സാർ $20 രജിസ്റ്റർ ചെയ്തതിനു ശേഷം $500 ടോവയിൽ വാങ്ങിയാൽ സാറിന് ഇമ്മീഡിയറ്റ് ആയിട്ട് $525 യൂണിറ്റ്സ് സാറിന് ഇഷ്യൂ ചെയ്യും. ടോവ യൂണിറ്റ്സ്. കറക്റ്റ് 14 ദിവസം ഒരു ലോക്കിംഗ് പീരീഡ് ഉണ്ട്. ആ 14 ദിവസം കഴിയുമ്പോൾ പ്രസന്റ് ഗ്രോത്ത് റേറ്റ് അനുസരിച്ച് 30% മേലെ ഗ്രോത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ 15ാമത്തെ ദിവസം സാറിന് സെല്ല് ചെയ്യാൻ പോകുമ്പോൾ $650 വാല്യൂ സാറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകും. അത് സെല്ല് ചെയ്യുന്നത് ഒരു സെൽ ഓർഡർ കൊടുക്കുമ്പോൾ $500 സെൽ ഓർഡർ ആയി കൊടുക്കുക. അത് സെല്ല് ചെയ്ത് കയ്യിലേക്ക് പൈസ വരാൻ വേണ്ടി ഏകദേശം ഒരു 4 ദിവസം എടുക്കും. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള $150 സെൽ ഓർഡർ സാറിന് കൊടുക്കാം. അതും ഏകദേശം ഒരു 4 ദിവസം കൊണ്ട് സാറിന് പേയ്മെന്റ് ആയിട്ട് മാറും. സോ സാറിന്റെ കയ്യിലേക്ക് എത്ര വന്നു? $650 വന്നു. ഈ $650 നിന്ന് 3% സെല്ലിംഗ് സർവീസ് ചാർജ് സിസ്റ്റം ഡിഡക്ട് ചെയ്തിട്ടുണ്ടാകും. സോ 650 നിന്ന് 3% കുറയുമ്പോൾ $19.5. അത് കുറഞ്ഞ് സാറിന് എന്ത് ചെയ്യും? പേയ്മെന്റ് കിട്ടും $630.5. സോ ഈ ട്രാൻസാക്ഷൻ സാറിന് ലാഭം എത്രയാണ്? $130.5 ആണ്. അതായത് ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ ഏകദേശം 11,745 രൂപ. ഓക്കെ. ഈ കിട്ടിയ പണം സാർ വീണ്ടും മാർക്കറ്റ് പ്ലേസിലേക്ക് സാറ് വീണ്ടും മുടക്കുന്നു എന്ന് വിചാരിക്കുക. അത് ഒന്നും എടുക്കാതെ മുടക്കുകയാണെങ്കിൽ സാറ് മുടക്കിയത് $630 മുടക്കിയിട്ടുണ്ട്. ശരിയല്ലേ? അതെ. ഈ $630 1% സർവീസ് ചാർജ് കൊടുത്തിട്ടാണ് സാർ വാങ്ങുക. സോ 630 നിന്നും $6.3 സർവീസ് ചാർജ് കൊടുത്താൽ $623 സാറിന് വാങ്ങാം. ഏകദേശം 8 ദിവസം കൊണ്ട് ഈ 623 എന്നുള്ളത് ഒരു 30% ഗ്രോത്തിലേക്ക് എത്തും. $809 ആയിട്ട് മാറും. സാറ് സെല്ല് ചെയ്യുന്നു. സെല്ല് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ഒരു $500 സെല്ല് ചെയ്യാം. ബാക്കിയുള്ള 409 അതിനുശേഷമേ സെല്ല് ചെയ്യാൻ പറ്റൂ. ആ 2 സെൽ ഓർഡർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും സാർ ഏകദേശം 3% സർവീസ് ചാർജ് കൊടുക്കും. $24.2. സോ 809 നിന്ന് $24.2 കുറഞ്ഞാൽ ബാക്കി $785 ഉണ്ട്. സോ സാറിന് പ്രോഫിറ്റ് എത്രയാണ്? $285 ആണ്. കാരണം സാറിന്റെ ക്യാപിറ്റൽ എത്രയായിരുന്നു? 500 ആയിരുന്നു. ഈ ഒരു ട്രേഡ് ഏകദേശം ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ട് കണക്കാക്കിയാൽ $285 ഇൻറ്റു 90 എന്ന് പറയുമ്പോൾ 25,650 രൂപ സാറിന് ലാഭം ഉണ്ടാവും. ഓക്കെ. അപ്പൊ $500 ട്രേഡ് ചെയ്താൽ ഒരു മാസം കൊണ്ട് എത്ര എടുക്കാം? 25,000 രൂപ എടുക്കാം. അല്ലെങ്കിൽ $285 എടുക്കാം. എപ്പോ ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സിലൂടെ സാർ കടന്നു പോകുമ്പോ ഇനി ഇതിന്റെ സ്പീഡ് കുറയാം, കൂടാം. അത് സിസ്റ്റത്തിന് പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. ഒരു മാസം ഇത്ര തന്നോളാം, ഇത്ര ഗ്രോത്ത് തന്നോളാം, ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. കാരണം ഇവിടെ ഗ്രോത്ത് ആണ്. പക്ഷെ ഒരിക്കലും വില കുറയില്ല, മുടക്കിയ പൈസ നഷ്ടപ്പെടില്ല. അത് നമുക്ക് ഈ സിസ്റ്റത്തിൽ പറയാവുന്ന ഗ്യാരണ്ടിയാണ്. അതെ, കുറെ കൈപൊള്ളിയിരിക്കുകയാണ്. എങ്ങനെ? കുറെ കൈപൊള്ളിയിരിക്കുകയാണ്. അതെ, പല പ്ലാറ്റ്ഫോമിലൂടെ കടന്നു പോയപ്പോഴാണല്ലോ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ കയ്യിൽ വന്നത്. മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ വില കുറഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. ഇവിടെ അതില്ല എന്നുള്ളതാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യം. അതുകൊണ്ട് കൈ പൊള്ളൂല. ലാഭം കിട്ടുന്നത് ഇത്രയെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റൂല. അത് എത്ര വേണമെങ്കിലും കിട്ടും. റിസ്ക് ഫാക്ടർ പറയൂ. റിസ്ക് ഫാക്ടർ ഒന്നും തന്നെ ഇല്ല.
നമ്മൾ ഈ ട്രേഡ് ചെയ്യണം എന്നുള്ളതും ഇത് കൃത്യമായിട്ട് സമയം നോക്കി ചെയ്യണം. ഇപ്പൊ ഉദാഹരണം, ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഓൾറെഡി 2025 മാർച്ച് 18 ഈ സിസ്റ്റം ഓപ്പൺ ചെയ്ത ഉടൻ തന്നെ അദ്ദേഹം ടോവയിൽ നിന്ന് $22 വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഇത് വിൽക്കുന്ന കാര്യത്തെ കുറിച്ച് ശ്രദ്ധിച്ചില്ല. അദ്ദേഹത്തിന്റെ വീട് പണി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരിക്കായിരുന്നു. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം തിരക്കിലായിരുന്നു, അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ ഞാനും തിരക്കിലായിരുന്നു. അദ്ദേഹത്തെ സ്പോൺസർ ചെയ്ത ആൾക്കാരൊന്നും ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുത്തുമില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം എന്നെ വിളിക്കുകയും ഞങ്ങൾ പർപ്പസ്ഫുള്ളി വീഡിയോ കോളിൽ ഇരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. കാരണം $22 വാങ്ങിയതിന്റെ മൂല്യം $143 പക്ഷെ അദ്ദേഹത്തിന് ആ $22 30% എത്രയാ? $28.6 മാത്രമേ എടുക്കാൻ പറ്റൂ. ഈ റിസ്ക് ഫാക്ടർ ഇത്രയേ ഉള്ളൂ. എന്താ? കൃത്യമായിട്ട് സമയം നോക്കി വിറ്റ് ആ പൈസ എടുത്ത് വീണ്ടും വാങ്ങി വീണ്ടും 30% ലാഭം എടുക്കുന്ന പ്രോസസ് ചെയ്തില്ലെങ്കിൽ എത്ര കാലം കാത്തിരുന്നാലും കാര്യമായ ലാഭമൊന്നും ഇത് ഉണ്ടാക്കാൻ പറ്റൂല. അതാണ് ഇവിടുത്തെ റിസ്ക് ഫാക്ടർ. അല്ല, നമ്മൾ തന്നെ ബിസിനസ് ചെയ്യണോ അതെയോ കമ്പനി ചെയ്യണം, ട്രേഡ് ചെയ്യണം. നമ്മുടെ വാലറ്റിനെ വേറെ ആർക്കും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓ, നമ്മൾ തന്നെ ചെയ്യണം, കമ്പനി ചെയ്യില്ല. അതിന് എല്ലാ മണിക്കൂറും കാത്തിരിക്കൊന്നും വേണ്ട. ആ പീരീഡ് ഓഫ് ടൈം മനസ്സിലാക്കി വാങ്ങണം, വിൽക്കണം. ശരി. അപ്പൊ അതിൽ ടൈം എപ്പോഴാ ഏകദേശം? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ സാർ ഇന്ന് വാങ്ങിക്കഴിഞ്ഞാൽ 14 ദിവസം കഴിയുമ്പോൾ സാറിന് സെല് ചെയ്യാം. 14 ദിവസം ലോക്കിംഗ് ആണ്. അപ്പൊ അതിനകത്ത് ഡേറ്റും ടൈമും കൊടുത്തിട്ടുണ്ടാവും. അത് എങ്ങനെയാ സെല് ചെയ്യണമെന്നുള്ള ട്രെയിനിങ് തരുമോ? അതെല്ലാം ഉറപ്പായിട്ടും ട്രെയിൻ ചെയ്യാതെ ഒരിക്കലും നമുക്കൊരു പ്ലാറ്റ്ഫോമിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതൊക്കെ സാറിന്റെ പരിചയമുള്ള ആരാണ് പരിചയപ്പെടുന്നത് അദ്ദേഹം അതിന് എല്ലാവരും സപ്പോർട്ട് തരുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ വരുന്നുണ്ടാവും. അവിടെ സ്ക്രീൻ ഷെയർ ചെയ്താൽ മതി, നമുക്ക് ലൈവായിട്ട് നമുക്ക് ട്രെയിൻ ചെയ്ത് തരാം. നോ പ്രോബ്ലം. ഓക്കെ, ശരി. ഓക്കെ, ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. യെസ്, പ്രശോഭ് മൈക്ക് ഓപ്പൺ ചെയ്തോളൂ. ഹലോ സാർ, നമസ്കാരം. പ്രശോഭ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. ഓക്കെ സാർ, ഞാൻ മലപ്പുറം നിന്നാണ്. മലപ്പുറം. ഓക്കെ പ്രശോഭ്. ഞാൻ ഏകദേശം 1.5 മാസം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ചാല് സാർ, ഇപ്പൊ നമ്മൾ 1:3 എന്നുള്ള റേഷ്യോ പറഞ്ഞല്ലോ. അതായത് നമ്മൾ സ്മാർട്ട് കോൺട്രാക്റ്റിൽ സപ്പോസ് $500 ഇട്ടു, അപ്പോൾ 1500 ഇപ്പുറത്ത് വാങ്ങണമല്ലോ. ശരി. തിരിച്ച് ഞാൻ സപ്പോസ് ആദ്യം 500 ഇട്ട സ്ഥാനത്ത് 1000 ആണ് ഇൻവെസ്റ്റ് ചെയ്ത് വിചാരിക്കുക സ്മാർട്ട് കോൺട്രാക്ട്. മാർക്കറ്റ് പ്ലേസിൽ. ഓക്കെ, മാർക്കറ്റ് പ്ലേസിലല്ല, ഇതില് സ്മാർട്ട് കോൺട്രാക്റ്റിൽ 500 എടുത്തു. അതിനുശേഷം രണ്ടാമത് സ്മാർട്ട് കോൺട്രാക്റ്റിൽ 1000 ഇൻവെസ്റ്റ് ചെയ്താൽ 1000ന്റെ 3 ടൈംസ് ആണോ, അതോ നേരത്തെ ഇട്ട 500 + 1000 1500ന്റെ 3 ടൈംസ് ആണോ കിട്ടുക? അല്ല, 500ന്റെ 3 ടൈംസ് ഓൾറെഡി നമ്മൾ വാങ്ങി കഴിഞ്ഞു. എന്നിട്ടല്ലേ വീണ്ടും 1000 വാങ്ങിയത്. പിന്നെ 1000ന്റെ 3 ടൈംസ് ഉള്ളൂ. ഇപ്പോൾ വാങ്ങിയവർക്കുള്ള കഥ എന്തായിരിക്കും അറിയോ? ഇപ്പൊ മാർക്കറ്റ് പ്ലേസിൽ കുറെ ഇപ്പോ $10,000 അല്ലെങ്കിൽ $20,000 ഒക്കെ വാങ്ങിയ ആൾക്കാരുണ്ടാവും. അവർക്ക് ഇനി അതിന്റെ 1/3 എന്ത് ചെയ്യണം? ടോവയിൽ വാങ്ങിയേ പറ്റൂ. അതിനുശേഷമാണ് മാർക്കറ്റ് പ്ലേസിലേക്ക് പോകാൻ പറ്റുള്ളൂ. നിലവിൽ ഇപ്പൊ സെല്ലിലിട്ട ആളുകൾക്ക് അത് സെൽ ക്ലെയിം ചെയ്ത ശേഷം ഇനി സ്മാർട്ട് കോൺട്രാക്റ്റിൽ ചെയ്യാൻ പറ്റും. ഓക്കെ സാർ, ഇനി ഒരു സംശയം കൂടെ. നമ്മൾ ഇപ്പൊ ഇതിന്റെ ബൈ ചെയ്താലും സെൽ ചെയ്താലും ഇതിന്റെ റേറ്റ് കൂടുന്നുണ്ടല്ലോ. അത് ആക്ച്വലി നമ്മൾ വാങ്ങുന്ന, ഞാനല്ല ആര് ചെയ്താലും വ്യത്യാസം വരുന്നുണ്ടല്ലോ. അപ്പൊ അത് ആക്ച്വലി നമ്മൾ വാങ്ങുന്ന USDT വോളിയത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ ഇരിക്കുന്നത്, അല്ലാതെ ഫിക്സഡ് റേറ്റ് അല്ലല്ലോ? തീർച്ചയായും അതെങ്ങനെയാണ്. ഇപ്പൊ പ്രക്ഷോഭം വരുമ്പോ $20 രജിസ്റ്റർ ചെയ്തിരുന്നു അല്ലേ? ആ $20 52% $10.4 ലിക്വിഡിറ്റി കയറി. ആ എമൗണ്ട് കയറിയപ്പോഴാണ് ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടിയത്. പക്ഷെ ടോവയിൽ നിന്ന് വാങ്ങി. എത്രയാണ് വാങ്ങിയത്? ഫസ്റ്റ് ടൈം ടോവയിൽ നിന്ന് വാങ്ങി എത്രയാ? ഫസ്റ്റ് ഞാൻ $280 ആണ്. 280. ആ 280ന്റെ 20% അതും ലിക്വിഡിറ്റി കയറി, അപ്പോഴും വില കൂടി. വീണ്ടും മാർക്കറ്റ് പ്ലേസിൽ എത്രയാ വാങ്ങിയത്? ആദ്യം മാർക്കറ്റ് പ്ലേസിൽ ഞാൻ പിന്നെ അതിനുശേഷം 500. 500ന്റെ 1% എത്രയാ? $5. ആ $5ന്റെ 20% അതിൽ ലിക്വിഡിറ്റി കയറി, അപ്പോഴും വില കൂടി. മാർക്കറ്റ് പ്ലേസിൽ ആദ്യം എത്ര ഡോളറിന് വിറ്റത്? 1.3 ആയപ്പോ. 1.3 ആയപ്പോ എത്ര ഡോളറിന് ആദ്യത്തെ സെല്ല് കൊടുത്തത്? 500 ആയിരിക്കാം. $500 ആയിരിക്കാം.
500ന്റെ 3% എത്രയാ? $15. അതെ. ആ $15 20% എവിടെ കയറി? ലിക്വിഡിറ്റി കയറി, അപ്പോഴും വില കൂടി. അതായത് പ്രക്ഷോഭം എന്ന വ്യക്തി വന്ന ഓരോ ഇവന്റിലും ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടിയിട്ടുണ്ട്. അങ്ങനെ ഈ സിസ്റ്റത്തിൽ ആര് വന്നാലും എവിടെ എന്ത് ചെയ്താലും ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടും. ഇതുകൊണ്ടാണ് നമ്മുടെ യൂണിറ്റിന് വില കൂടാൻ കാരണം. ഓക്കെ. പിന്നെ സാർ ഇപ്പൊ എന്താണെങ്കിൽ പുതിയ അപ്ഡേഷൻ വന്ന സ്ഥിതിക്ക് നമ്മുടെ റഷ് ടൈം ഒന്ന് കുറയുന്നു വിചാരിക്കുന്നു. തീർച്ചയായും ടൈം അല്ലെങ്കിലും കുറയുമായിരുന്നു. ഈ നിയമം വരാതെ തന്നെ കുറയുമായിരുന്നു. ഇതൊരു ബാലൻസിങ് ആണ്. കാരണം കുറച്ചാണ് കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു ഇവന്റ്. ഇപ്പൊ ജസ്റ്റ് ഞാൻ പലപ്പോഴും ആളുകളോട് സംസാരിക്കുമ്പോൾ, ഞാനായിട്ട് സംസാരിക്കുന്ന ആൾക്ക് എപ്പോഴും ഈ എക്സാമ്പിൾ കേട്ടിട്ടുണ്ടാവും. ഒരു $1000 വെച്ച് ഒരു 1000 ആൾക്കാർ വാങ്ങാൻ തുടങ്ങിയാൽ $10 ലക്ഷം ബൈ ഓർഡർ എന്ത് ചെയ്യും? ഉറപ്പായിട്ട് മാർക്കറ്റ് പ്ലേസിൽ വരും. ഓക്കെ. ഇപ്പൊ മാർക്കറ്റ് പ്ലേസിലുള്ള സെൽ ഓർഡർ ഒരു 3 ലക്ഷം, 3.5 ലക്ഷം, 4 ലക്ഷം താഴെ ഉള്ളൂന്നേ. അപ്പൊ ഈ 10 ലക്ഷം ഓർഡർ വരുന്ന സമയത്ത് ആൾക്കാരുടെ ക്യൂ നിൽക്കും. അപ്പൊ അങ്ങനെ ക്യൂ നിൽക്കുന്ന അവസ്ഥ വരുമ്പോ ടോവയിൽ നിന്ന് യൂണിറ്റ് മാർക്കറ്റിലേക്ക് വന്നില്ലെങ്കിൽ മാർക്കറ്റിൽ ആളുകൾക്ക് സാധനം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകും. തർക്കമില്ല. ഇപ്പൊ കാണുന്ന ക്യൂ ഒന്നും ഇല്ല ഇവിടെ. അതൊക്കെ വരാൻ കുറച്ച് അങ്ങനെ കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ പോയി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോ പ്രസന്റേഷൻ പറഞ്ഞല്ലേ, ഞാൻ ഒരിക്കലും ആ ക്യൂവിനെ കുറിച്ച് ചിന്തിക്കാറില്ല, എത്ര ഓർഡർ ഉണ്ടെന്ന് ചിന്തിക്കാറില്ല. സമയമാകുമ്പോൾ ഞാൻ വിൽക്കാനിടും, ക്ലെയിം ആകുമ്പോൾ ഞാൻ ക്ലെയിം ചെയ്തെടുക്കും, ഞാൻ വീണ്ടും വാങ്ങിയിടും, വീണ്ടും പോവും. പ്രൊമോഷനിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നു, എഡ്യൂക്കേഷനിൽ ഫോക്കസ് ചെയ്യുന്നു, അവരോട് സംസാരിക്കാൻ ഫോക്കസ് ചെയ്യുന്നു. എനിക്കിത് നോക്കാൻ സമയമില്ലാന്ന് സത്യം. സമയമില്ലാന്ന് വെറുതെ തിരക്ക് അഭിനയിക്കുന്നല്ല കേട്ടോ. ഓക്കെ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഈ പ്രൊജക്ടിന്റെ റിയൽ സയൻസിനെ കുറിച്ച് ഞാൻ എക്സൈറ്റഡ് ആണ്. ഇതിന്റെ ഭാവിയെ കുറിച്ചും ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ലോകത്ത് ഈ ടെക്നോളജി കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ച് ഞാൻ എക്സൈറ്റഡ് ആണ്. ഞാൻ എല്ലാ പ്രസന്റേഷനും പറയാറുണ്ട്, ഇപ്പൊ ഒരു 7500ഓളം ആൾക്കാരുടെ കമ്മ്യൂണിറ്റി വന്നിട്ടുണ്ട്. അത് 75,000 ആൾക്കാരുടെ കമ്മ്യൂണിറ്റി ആകും. അത് 7.5 ലക്ഷം ആൾക്കാരുടെ കമ്മ്യൂണിറ്റി ആകും. അത് 75 ലക്ഷം ആൾക്കാരുടെ കമ്മ്യൂണിറ്റി ആകും. അത് 7.5 കോടി ജനങ്ങളുടെ കമ്മ്യൂണിറ്റി ആകും. അത് 75 കോടി ജനങ്ങളുടെ കമ്മ്യൂണിറ്റിയും ആകും. അപ്പോഴും ഇന്ത്യൻ പോപ്പുലേഷൻ എങ്ങോട്ട് ഉണ്ടാവില്ല അല്ലേ? ശരിയല്ലേ? ഇതാണ് സത്യം. പക്ഷെ അപ്പോഴത്തേക്കും ലോകത്തെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് സിസ്റ്റം മാറിയിട്ടുണ്ടാകും. ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്താൽ 10 രാജ്യത്തിന് മേലെ സ്ഥലങ്ങളിൽ കമ്മ്യൂണിറ്റി എക്സ്പാൻഡ് ചെയ്താൽ അടുത്ത ആഡ് ഓൺ പ്രൊജക്ട് കയറി വരും കേട്ടോ. ഞാൻ ഈ പ്രൊജക്റ്റിൽ എക്സൈറ്റ്മെന്റ് വരുന്നതിന്റെ കാരണം അതാണ്. ഇതൊന്നും എന്നെ ബാധിക്കാത്ത വിഷയം. ഞാനായിട്ട് സംസാരിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ദേഷ്യം വരും. റഷീബായിട്ട് സംസാരിച്ചത് അംഗീകരിക്കില്ല എന്ന് പറയും. ഞാൻ അംഗീകരിക്കില്ലാത്തതിന്റെ കാരണം ഞാൻ പ്രൊജക്റ്റിൽ എക്സൈറ്റഡ് ആണ്. പ്രൊജക്റ്റിന്റെ ഭാവിയെ കുറിച്ച് എനിക്ക് അത്രമാത്രം ഡെപ്ത് നോളജ് ഉണ്ട്. ഞാൻ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നത് ഈ നോളജ് എടുക്കുന്നതിനെ കുറിച്ചിട്ടാണ്. ഈ നോളജിലേക്ക് നിങ്ങൾ കടന്നു വരും. ഈ നോളജ് നിങ്ങളെ എക്സൈറ്റഡ് ആക്കും. ഈ സിസ്റ്റത്തിലൂടെ കോടികൾ സമ്പാദിക്കാം. ഒരു ഡയമെൻഷൻ ക്വാളിഫൈ ചെയ്താൽ ഈ സിസ്റ്റത്തിൽ നിന്ന് ഒരാൾ വിഡ്രോ ചെയ്യാൻ പോകുന്ന പെർ ഡേ ഇൻകം മാത്രം $10,000 ആയിരിക്കും. ചിന്തിക്കാൻ പറ്റുമോ അങ്ങനെ? നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ടാകണം. ഓക്കെ. റിലയൻസും അദാനിയും ടാറ്റയും ബിർളയും ഒക്കെ ഫോക്കസ് ചെയ്യുന്നത് ഇതുപോലൊരു കമ്മ്യൂണിറ്റിനെ സൃഷ്ടിക്കാനാണ്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇതുപോലെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ മതി, രക്ഷപ്പെടാം. താങ്ക് യു. ഓക്കെ. യെസ്, അബ്ദുൾ റഷീദ് PA, മൈക്ക് ഓപ്പൺ ചെയ്തോളൂ. അബ്ദുൾ റഷീദ് PA. നമസ്കാരം. ഞാൻ പേര് പറഞ്ഞല്ലോ, ഞാൻ പാലക്കാട് നിന്നാണ്. യെസ്. ഞാനൊരു ഫോറക്സ് ട്രേഡർ ആണ്. ഞാൻ ഇതില് ആൻസർ ചെയ്ത വോയിസ് ബ്രേക്ക് ആയി പോകുന്നുണ്ട്. അതെ, അതായത് ഉണ്ണികൃഷ്ണൻ സാറിന്റെ ക്വസ്റ്റ്യന് ആൻസർ ചെയ്തപ്പോ അവിടെ സെല്ല് കൊടുത്തത് 2 പ്രാവശ്യമായിട്ട് കണ്ടു, 500ഉം 125ഉം. അതെന്താ അങ്ങനെ ചെയ്തേ? ഒന്നിച്ചു കൊടുക്കാൻ പറ്റും? ഇവിടെ സെൽ ഓർഡർ കൊടുക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ സിസ്റ്റം വെച്ചിരിക്കുന്നത്, എനിക്ക് വേണമെങ്കിൽ $5,000 ബൈ ചെയ്യാം. പക്ഷെ എന്റെ പ്രോഫിറ്റ് ഉൾപ്പെടെ $6,500 ഒരുമിച്ച് എനിക്ക് സെല് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ സെല്ല് ചെയ്യാൻ വന്നാൽ ബൾക്ക് ട്രേഡേഴ്സ് മാത്രം വലിയ ലോകത്തിൽ ലാഭം എടുക്കുന്ന പ്ലാറ്റ്ഫോമായിട്ട് ഇത് മാറും. ഇവിടെ ചെറുകിടക്കാരുണ്ട്, $100, $120, $50 വാങ്ങിയ ആൾക്കാരുണ്ട്. അവർക്കും സെല് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഒരു സെൽ ഓർഡറിന്റെ ക്യൂയിലേക്ക് ഒരു $6,500 ഓർഡർ വന്നാൽ
അത് കംപ്ലീറ്റ് ചെയ്യാതെ അടുത്ത ആളിലേക്ക് ഒരിക്കലും സിസ്റ്റം പോകില്ല. അപ്പൊ സിസ്റ്റം എന്ത് വെച്ചിരിക്കുന്നു, $6500 ഉള്ളവർക്കും $500 സെല് ചെയ്യാം. അപ്പൊ അടുത്ത ഓർഡർ ആരുടെ പ്ലേസ് ചെയ്യാം? 100-ന്റെയും പ്ലേസ് ആവും, അടുത്തത് 50-ന്റെയും പ്ലേസ് ആവും, അടുത്തതിന്റെ 200-ന്റെ പ്ലേസ് ആവും. അങ്ങനെ വരുമ്പോഴത്തേക്കും ആദ്യത്തെ 500 സെല് ആയി പോയാൽ അയാൾക്ക് അടുത്ത 500 വീണ്ടും ഇടാം. അങ്ങനെ ഒരു സെൽ ഓർഡർ 500 എന്നൊരു ലിമിറ്റ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 2 പ്രാവശ്യമായിട്ട് സെല് ചെയ്യുന്ന കാര്യം പറഞ്ഞത്. ഓക്കെ, ഇതിൽ ലിമിറ്റ് ചെയ്തിരിക്കുന്നത് മാക്സിമം സെൽ ഓർഡർ 500 ആണ്. 500 ആണ് ഒരു സെൽ ഓർഡർ. ഓക്കെ, അങ്ങനെ ഒരു ദിവസം അതുകൊണ്ടാണ് എത്ര അവിടെ സെൽ 2 ഓർഡർ പ്രാവശ്യം. വയ്ക്കാം. അത് ഒരു സെൽ ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് പേയ്മെന്റ് എടുത്തതിന് ശേഷം അടുത്ത സെൽ ഓർഡർ ഇടാൻ പറ്റുള്ളൂ. ക്ലെയിം ചെയ്തതിന് ശേഷമേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ആ 625 എന്ന് പറഞ്ഞത് 300 ആൻഡ് സംതിങ് ആയിട്ടും ചെയ്യാം, 2 പ്രാവശ്യമായിട്ട് ചെയ്യാം. ഓക്കെ, 500 തന്നെ ആവണമെന്നില്ല. 500 മാക്സിമം ലിമിറ്റ് ആണ് അല്ലേ? ലിമിറ്റ് വെച്ചേക്കണം. ഒരു സെൽ ഓർഡറിന്റെ ലിമിറ്റ് 500 ആണ്, അത്രേ ഉള്ളൂ മാക്സിമം. ഓക്കെ, അണ്ടർസ്റ്റുഡ്. ഓക്കെ, താങ്ക് യു. യെസ്, ബിജു കെ. ബിജു കെ, നമസ്കാരം പറയൂ. സാർ, എനിക്ക് ഒരു ഡൗട്ട്, ഇന്ന് സാർ പറഞ്ഞതിൽ ഒരു ഡൗട്ട് വന്നതാ, അതാണ് ഞാൻ റൈസ് ചെയ്തത്. അതായത് ഞാൻ ഈ പ്രോ ട്രേഡർ പൂളും മറ്റേ ട്രേഡർ പൂളും അത് പറഞ്ഞല്ലോ സാർ, 250-750 മാത്രം പർച്ചേസ് ചെയ്താലേ, മാർക്കറ്റ് പ്ലേസ് പർച്ചേസ് ചെയ്താലേ അതിന്റെ ഫുൾ ഇൻകം കിട്ടുള്ളൂ. ഞാനിപ്പോ പോയിന്റ് കിട്ടത്തുള്ളൂ. അല്ല, 384 വെച്ചുള്ള പർച്ചേസിന് കിട്ടൂല. ഞാൻ അങ്ങനെ കിട്ടും. 384 വെച്ച് ചെയ്താലും സാറ് ടോവയിൽ നിന്ന് ഒരു 250 വാങ്ങിയിട്ടുണ്ട്, പ്ലസ് 384-ന്റെ 2 പർച്ചേസ്. 384 2 പർച്ചേസ് എത്രയായി? 768ആയി. 750 കഴിഞ്ഞു. അപ്പൊ ഒരു 250 ടോവയിലുണ്ട്. 750 2 384 പർച്ചേസ് ചെയ്താൽ സാറിന് 1 പോയിന്റ് കിട്ടും. ഓക്കെ, ആ ഒരു ഡൗട്ടായിരുന്നു. പിന്നെ അത് കിട്ടും. ഇത് ലേറ്റ് ആവുന്നതിൽ ഞാൻ സാറ് പറഞ്ഞ പോലെ മോണിറ്റർ ചെയ്യാറുണ്ട്. അപ്പൊ ഇന്ന് 2:20 ഞാൻ നോക്കുമ്പോഴത്തേക്ക് എന്റെ ഒരു സെല്ലിംഗ് കിടപ്പുണ്ട് 362-ല്. ഒരു 7:30 ത്തേക്കും 100 സെല്ലിംഗ് മാർക്കറ്റ് പ്ലേസ് നടക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ച് എല്ലാം ബൈ ചെയ്യുന്നതെല്ലാം ഇനി സ്മാർട്ട് കോൺട്രാക്ട് തന്നെയാണോ എന്നൊരു ഡൗട്ട്. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഈ ഒരു സാധനം തുടങ്ങുന്നല്ലേ ഉള്ളൂ. ബിറ്റ് കോയിൻ തന്നെ ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം നിങ്ങളെ കാണിച്ചത്, ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി കാണിച്ചു തരാം. ബിറ്റ് കോയിൻ ഒക്കെ വലിയ ടോപ്പിൽ നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് ആണല്ലോ, നമ്മളൊക്കെ വലിയ പ്രസ്റ്റീജിയസ് ആയിട്ട് കാണുന്ന ഒരു സബ്ജക്റ്റുമാണ്. ഈ ബിറ്റ് കോയിന്റെ ഒരു ഗ്രാഫ് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി 1 മിനിറ്റ് ഞാൻ ഒന്ന് ഓപ്പൺ ആക്കട്ടെ. കമ്മ്യൂണിറ്റി കൊണ്ടുവരുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കുറെ സർവേ നടത്തണം. ഞാൻ എപ്പോഴും ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്, നിങ്ങൾക്ക് മെഴ്സിഡസ് ബെൻസ് വിൽക്കണമെങ്കിൽ 800 കാറിനെ കുറിച്ച് പഠിക്കണം. 800 കാർ വിൽക്കണമെങ്കിൽ മെഴ്സിഡസ് ബെൻസിനെ കുറിച്ച് പഠിക്കണം. കാരണം ഇതെല്ലാം പഠിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കൊരു സെയിൽസ് പഞ്ച് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. സോ ഞാൻ BTCയിലേക്ക് പോവുകയാണ്. BTCയിലേക്ക് പോകുമ്പോൾ BTCയുടെ ഡീറ്റെയിൽ ഇൻഫോർമേഷനിലേക്ക് ഡാറ്റ ലോഡ് ചെയ്യട്ടെ. ഒരു മിനിറ്റ്. ഓക്കെ, ഈ ഗ്രാഫിൽ ഓൾ ഗ്രാഫിലേക്ക് പോവാണ്. ഓൾ ഗ്രാഫിലേക്ക് പോകുമ്പോൾ ഈ സമയത്ത് നടക്കുന്ന ട്രേഡ് നോക്കൂ. 2011 31/8/2011 ആ ഡേറ്റിൽ സിസ്റ്റത്തിൽ നിന്ന് ടേൺ ഓവർ നോക്കി. ഒരു $19,000 ടേൺ ഓവർ ആണ് ആകെ BTC നടന്നത്. ഒരു 24 മണിക്കൂറിൽ BTC ടേൺ ഓവറെ പറയണേ, വെറും $19,000 ടേൺ ഓവർ. എത്ര വർഷം കഴിഞ്ഞിട്ടാന്ന് ആലോചിച്ചു വേണം. 2009 വന്നിട്ട് 2011 വരെ എത്ര വർഷമായി? 2 വർഷം കഴിഞ്ഞു. ഇവിടെ 2 മാസമേ ആയിട്ടുള്ളൂ നമ്മുടെ ടോപ്പ് മാർക്കറ്റ് പ്ലേസ്. ഒരു വ്യത്യസ്തമായ ഒരു സയൻസ്. BTC വ്യത്യസ്തമായ ഒരു ആശയം കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ്. 2009 മുമ്പ് ക്രിപ്റ്റോ കറൻസി എന്നൊരു സെഗ്മെന്റ് ലോകത്ത് ഇല്ല. സതോഷി ഡിസൈൻ ചെയ്ത അൽഗോരിതമാണ് ബിറ്റ്കോയിൻ ഇന്ന് സക്സസിലേക്ക് മാറ്റിയത്. എന്നാൽ അതേ സമയത്ത് 2025 കടന്നു വരുമ്പോൾ ഇന്നത്തെ ടേൺ ഓവർ നോക്കി, $78 ബില്യൺ ടേൺ ഓവർ ആണ്. എന്താണ് ബിറ്റ്കോയിന്റെ ഗ്രോത്തിന് കാരണം എന്ന് ചോദിച്ചാൽ ഈ ടേൺ ഓവറിന്റെ മാറ്റം തന്നെ. അത്രയും വലിയൊരു കമ്മ്യൂണിറ്റി അതിന് പുറകെ വന്നിട്ടുണ്ട്. സോ കമ്മ്യൂണിറ്റി എപ്പോഴും ആവശ്യമാണ്. ഞാൻ ഈ സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നല്ലേ? ഞാൻ ഒന്ന് സ്ക്രീൻ കണ്ടിരുന്നോ? കണ്ടില്ല അല്ലേ? സോറി. ഞാൻ ഒന്ന് സ്ക്രീനിലേക്ക് ഒന്ന് തിരിച്ചു വരട്ടെ. എവിടെയാണെന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ.
ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാണ്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തത്, സോറി. ഇപ്പൊ സ്ക്രീൻ കാണാമല്ലോ അല്ലേ? ഓക്കെ. 14/9/2011 വെറും $43,000 ബിസിനസ്സാണ് BTC നടന്നത്. കുറച്ചുകൂടി ബാക്കോട്ട് എടുക്കുകയാണ്. നോക്കി, ഇവിടെ നിന്നിട്ട് നോക്കി 19,000 ടേൺ ഓവർ, 31/8/2011 $19,000 ടേൺ ഓവർ നടന്നിരിക്കുന്നത്. സെയിം ടൈം നോക്കി 2025 വന്ന് നോക്കി $76 ബില്യൺ ടേൺ ഓവർ ആണ്. ടേൺ ഓവറിൽ മാറ്റം കണ്ടോ? അപ്പൊ ഈ സമയത്തൊക്കെ മാർക്കറ്റ് പ്ലേസ് ഉണ്ടെങ്കിൽ, അന്നൊക്കെ മാർക്കറ്റ് പ്ലേസ് ഉണ്ട് എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ മാർക്കറ്റ് പ്ലേസ് ഉണ്ടെങ്കിൽ എത്ര ബൈയും സെല്ലൊക്കെ നടക്കണ്ടാവും. ഒന്ന് വിൽക്കാനിട്ട് കഴിഞ്ഞാൽ എത്ര നാളുകൊണ്ടായിരിക്കും ചിലപ്പോൾ വിറ്റ് പോവാ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ സാറേ? സാർ അത് മനസ്സിലായി. ഹലോ, ഞാൻ ഈ ഒരു നമുക്ക് ഇപ്പോഴും സാറിപ്പോ പറയുന്ന ടൈമിൽ 3666 സെല്ലിന് കിടപ്പുണ്ട്. 3666 ഇപ്പൊ നമ്മുടെ ടൈമില് സെല്ലിങ്. അതില് ഒരു ദിവസം 300-400 ഇടയ്ക്കാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന് ബിജു സാർ ഇപ്പൊ എത്ര സെൽ ഓർഡർ ഇട്ടുണ്ട്? എന്താ സാർ? സാറിന് എത്ര സെൽ ഓർഡർ ഇട്ടുണ്ട്? ഞാൻ അറ്റ് പ്രസന്റ് എത്ര സെൽ ഓർഡർ സാറിന് ആക്റ്റീവ് ആയിട്ടുണ്ട്? ആക്റ്റീവ് ആയിട്ടുള്ളത് ഏകദേശം 56 കിടപ്പുണ്ട് സാർ. 56 സാറിനുണ്ട്. സാറിന് എത്ര പേരോട് ഈ ആശയത്തെ കുറിച്ച് പുതുതായിട്ട് സംസാരിച്ചു? എന്താ സാർ? ഇന്ന് ടെതറോഷ്യൻ എന്ന മേഖലയെ കുറിച്ച് എത്ര പേരോട് പുതുതായിട്ട് സംസാരിച്ചു? ഇന്ന് 1-2 കസ്റ്റമർ, എന്റെ കസ്റ്റമർ അടുത്താണ് സംസാരിച്ചത്. 56 സെൽ ഓർഡർ ഇട്ടിരുന്ന സാറ് ഇന്ന് മിനിമം 560 പേരോട് സംസാരിച്ചിരുന്നെങ്കിൽ ഇത് പെട്ടെന്ന് സെല്ല് ചെയ്ത് പോകുമായിരുന്നു. അല്ല, ഞാനിത് റൈസ് ചെയ്തത് എനിക്ക് പ്രോബ്ലം എന്നുള്ള ഇതിലല്ല ഞാൻ റൈസ് ചെയ്തത്. ഞാൻ പറഞ്ഞത് സാറിന്റെ പ്രോബ്ലം ആയിട്ടല്ല പറയുന്നത്. മാർക്കറ്റ് പ്ലേസിൽ എന്തുകൊണ്ട് ബയേഴ്സ് വരുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം വേറെ ഒന്നുമല്ല, ഇത് തുടങ്ങിയിട്ടുള്ളൂന്നേ. ആൾക്കാരത് പഠിച്ചുകൊണ്ടിരിക്കാന്നേ, എന്താണ് ഇതിന്റെ സാധ്യത എന്ന് മനസ്സിലായിക്കൊണ്ടിരിക്കണുള്ളൂന്നേ. പക്ഷെ ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരോട് പറയാൻ തുടങ്ങും. ഒരു ദിവസം 50 അല്ല 56 അല്ല 560 അല്ല 5600 ആൾക്കാരോട് സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറും. പിന്നെ തന്നെ ശങ്കർ എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്ത്, അദ്ദേഹം ഗോൾഡ് റാങ്ക് അച്ചീവർ ആണ്, നെക്സ്റ്റ് എമറാൾഡ് ആകാൻ പോകുന്ന ആളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം, സർ ഒരു ദിവസം $8,000-9,000 ടേൺ ഓവർ ടീമിൽ കയറിക്കൊണ്ടിരിക്കേണ്ട. ഇപ്പോ അദ്ദേഹം പോലും അറിയുന്നില്ല ഈ $8,000-9,000 ടേൺ ഓവർ കയറുന്നത്. എങ്ങനെ കയറുന്നേ? ടീം വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ, ടീമിന്റെ എക്സ്പാൻഷൻ തുടങ്ങിയാൽ ഈ ടേൺ ഓവർ ഒക്കെ സിമ്പിളാണ്. ഇവിടെയാണ് എന്റെ പോയിന്റ്. നമ്മൾ ഇന്ന് ഈ സൂമിൽ 296 ആൾക്കാർ ഇപ്പൊ ഇരിക്കുന്നുണ്ടെങ്കിൽ സെയിം ടൈം ഹിന്ദി സൂമിൽ ഇതേ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. സെയിം ടൈം ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ ഒരു സൂം വരുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി. ഇപ്പൊ എന്റെ ടീമിൽ ബംഗാളി സൂം ഇപ്പൊ അടുത്ത ദിവസം സ്റ്റാർട്ട് ആവും. ബംഗാളി സൂംസ് ചെയ്യാൻ പോകുന്ന ഒരാൾ ഡൽഹിയിൽ നിന്ന് ഇന്നും മിക്കവാറും തിരിച്ചു വന്നിട്ടുണ്ടാവും. അടുത്ത ദിവസം അദ്ദേഹം സ്റ്റാർട്ട് ആവും. കന്നഡ സൂം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ വിവിധ ഭാഷകളിലേക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആളുകൾ ഒരു ദിവസം സംസാരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുകയാണ്. എണ്ണം കൂടുമ്പോൾ ബയേഴ്സിന്റെ എണ്ണം ഓട്ടോമാറ്റിക്കലി കൂടും. ഇപ്പോ സാറിനെ കുറ്റപ്പെടുത്തി പറയുന്നല്ല, ഇപ്പോ നമ്മൾ പലരും, ഞാനും കുറെ സെൽ ഓർഡർ ആളായിരിക്കും. പക്ഷെ ഈ സെൽ ഓർഡറിനേക്കാൾ കൂടുതൽ ആളുകളോട് ഞാൻ സംസാരിക്കുന്ന അവസ്ഥ എനിക്കൊന്നുണ്ടെങ്കിൽ, ഈ മീറ്റിലുള്ള എല്ലാവരും ഉണ്ടെങ്കിൽ, ഈ സിസ്റ്റത്തിലുള്ള എല്ലാവരും ഉണ്ടെങ്കിൽ ബയേഴ്സിന്റെ എണ്ണം വരാൻ ഒരു താമസവും ഇല്ല. ഇതൊക്കെ തന്നെയാണ് ബിറ്റ്കോയിനും ഫേസ് ചെയ്തിട്ടുണ്ടാവുക. ഇതൊക്കെ തന്നെയാണ് മാർക്കറ്റിൽ വന്ന ഓരോ പുതിയ സിസ്റ്റങ്ങളും ഫേസ് ചെയ്തിട്ടുണ്ടാകുക. ഇത് കവർ ചെയ്ത് പോകുമ്പോൾ ഇവിടെയുള്ള അഡ്വാൻറ്റേജ് എന്താണ്? എത്ര ഡിലേ ആയാലും ആ 30% ലാഭം നമുക്ക് കിട്ടും. അധികം താഴെ പോകാനൊന്നും പോകുന്നില്ല. ശരിയല്ലേ? ഓക്കെ, താങ്ക് യു ബിജു സാർ. യെസ് കൃഷ്ണ. സാർ നമസ്കാരം. നമസ്കാരം കൃഷ്ണ. നമുക്ക് നല്ലൊരു നിയമമൊക്കെ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. അതിന്റെ കൂടെ ടീമൊക്കെ വളരുകയാണ്. അതുകൊണ്ട് വാട്സാപ്പ് വഴിയുള്ള ഒരു കസ്റ്റമർ കെയർ സർവീസ് കൂടെ ഒന്ന് തുടങ്ങണം. അല്ല, കസ്റ്റമർ കെയർ സർവീസിന് വേണ്ടി ഞാൻ ശിവദാസ് സാറും സിനോഫാനോട് സംസാരിച്ചപ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് സ്റ്റാഫിനെ അതിനുവേണ്ടി നിയോഗിച്ചിട്ട് നമ്മുടെ സൈറ്റിൽ തന്നെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ട്. അതിൽ ഒരു കൃത്യമായ റെസ്പോൺസ് തരുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ആവും. ഓക്കെ, അതിലേക്ക് ഇമെയിലൊക്കെ കൊടുത്തു പോകണം. അവസാനത്ത് ടെലഗ്രാം കിട്ടിയാലും മതി. ടെലഗ്രാമിലൊക്കെ അത് കൃത്യമായ റൂട്ട് അവിടെ ഉണ്ടാവും.
കൃത്യമായിട്ട് പെട്ടെന്ന് റെസ്പോൺസ് കിട്ടാവുന്ന രൂപത്തിൽ ആർക്ക് എന്ത് ഇഷ്യൂവും ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാവുന്ന രൂപത്തിൽ ടെക്നിക്കൽ സപ്പോർട്ടിൽ നിന്ന് ഒരു ഡെഡിക്കേറ്റഡ് വിങ് ഓൾറെഡി സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോഫ്റ്റ്വെയർ ടീം അതിനുള്ള കാര്യങ്ങളും കൂടി ചെയ്തു വെക്കുന്നുണ്ട്. ഓക്കെ സാറേ, താങ്ക് യു. താങ്ക് യു. യെസ്, ഷമീർ. ഹലോ. ഷമീർ സംസാരിച്ചോ. യെസ് ഷമീർ. മീറ്റിംഗ് അടിപൊളിയായിരുന്നു സാർ, നല്ല താങ്ക് മീറ്റിംഗ് യു. ആയിരുന്നു. ഓക്കെ, പിന്നെ മാത്രമല്ല ഇന്നത്തെ ആ റൂള് വളരെ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റൂളാണ്. കാര്യം സിസ്റ്റത്തിന് നല്ലൊരു സ്റ്റെബിലിറ്റി നൽകുന്ന ഒരു റൂളും കൂടെ ആകും. രണ്ടാമത് എനിക്ക് ചോദിക്കാനുള്ളൊരു ഡൗട്ട് എന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ഒരു മാസം മുമ്പ് ഒരാള് 100 ഇട്ടിട്ട് ഇപ്പൊ ഒരു 1000 2000 ഒക്കെ വാങ്ങിച്ചിട്ട് ഒരാളുണ്ട്. ഞാൻ ടീമിലുള്ളവർക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. ഇപ്പൊ ചിലപ്പോ ഒരു 250 വാങ്ങിച്ചിട്ടിട്ട് 1000 ഇപ്പൊ ഓൾറെഡി ബൈ ചെയ്ത് കഴിഞ്ഞവരുണ്ടാവും, അവര് വിറ്റിട്ടുണ്ടാവൂല. അപ്പൊ അവരെ ഇത് വല്ലതും ബാധിക്കാൻ ചാൻസ് ഉണ്ടോ? അല്ല, വിൽക്കുന്നതിന് തടസ്സമൊന്നുമില്ല. അല്ല, ഇപ്പൊ ഓൾറെഡി വാങ്ങിച്ചു കഴിഞ്ഞവരെ, ഇനിയുള്ളത് ഓക്കെ. അല്ല, വാങ്ങിച്ചവരാണെങ്കിലും അത് വിൽക്കുന്നതിന് തടസ്സമില്ല. വീണ്ടും വാങ്ങാൻ വരുമ്പോ ഇപ്പോൾ വാങ്ങിയ വോളിയം എത്രയാണോ അതിന്റെ 1/3 ടോവയിൽ നിന്ന് നമ്മൾ വാങ്ങിയേ പറ്റും. ഓക്കെ. ഇപ്പൊ ലിമിറ്റ് കട്ടായെങ്കിൽ ഇനി അടുത്ത അവര് ഈ കണക്കിന് ഇത് ചെയ്തേ പറ്റൂ. ഓക്കെ. താങ്ക് യു. യെസ്, MP രംഗ. ഹലോ സാർ. യെസ്, നമസ്കാരം. ഞാൻ ഇവിടെ തമിഴ്നാടാണ്, തിരുച്ചി. യെസ്. ഓക്കെ, നമ്മൾ ഒരു മൊബൈലിൽ എത്ര വാലറ്റ് കൊണ്ട് നമ്മൾ ഇത് ബിസിനസ് ചെയ്യാൻ പറ്റും? അത് ഒരു ചില ആൾക്കാർ ചോദിക്കുക നമ്മുടെ ടീമിൽ, എന്താ ഇങ്ങനെ ട്രേഡിങ് ചെയ്യാനായിട്ട്, അങ്ങനെ ബൈയും സെല്ലും ചെയ്യാനായിട്ട് അറിയാത്ത ആൾക്കാരെ, അപ്പോൾ ലീഡർ അത് കെയർ എടുത്തുകൊണ്ട് അവരുടെ മൊബൈലിൽ ഇട്ടിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക, അങ്ങനെ പറയാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു മൊബൈലിൽ എത്ര വാലറ്റ് വെച്ച് നമ്മൾ അങ്ങനെ ചെയ്യാം? ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. സിസ്റ്റത്തിന് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. നമ്മുടെ മാർക്കറ്റ് പ്ലേസ് AI മോണിറ്റേർഡ് ആണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോണിറ്റേർഡ് ആണ്. ഏകദേശം 3 ആഴ്ചകൾക്ക് മുമ്പ് AI-യുടെ ഒരു ഇംപ്ലിമെന്റേഷനെ കുറിച്ച് ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. അനൗൺസ്മെന്റ് പ്രകാരം അതിനുശേഷം വരുന്ന യൂസർ ഐഡികൾ AI മോണിറ്റർ ചെയ്യും. ഒരു IP അഡ്രസ്സിൽ നിന്ന് പല യൂസർ ഐഡികൾ സിസ്റ്റത്തെ ഹാംഫുൾ ആയിട്ട് ഹനിക്കുന്ന രൂപത്തിൽ കണ്ടാൽ ആ ഐഡികൾ ബ്ലോക്ക് ആവും. അപ്പോൾ സിസ്റ്റത്തിന് ഹാംഫുൾ ആവുന്ന രൂപത്തിലാണോ നമ്മൾ പ്രവർത്തിക്കില്ലെന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു മൊബൈലിൽ ഒരു വാലറ്റ് എന്ന സിസ്റ്റം മാത്രം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നല്ലതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് നമുക്ക് ദോഷമായി മാറാൻ പാടില്ല. അപ്പോൾ അത്തരം പറയുന്ന ആൾക്കാരോട് പറയാം, ഓക്കെ ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം, നിങ്ങളുടെ മൊബൈലിൽ എല്ലാം ചെയ്തോളൂ, ഞാൻ വന്ന് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് തരാം എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നത്തിന് സൊല്യൂഷനായി. MP രംഗ ക്ലിയർ ആയെന്ന് തോന്നുന്നു, വിചാരിക്കുന്നു. ഓക്കെ സാർ. എന്നിട്ട് ഒരു കാര്യം ചോദിക്കുക, ഈ ബിസിനസ്സിൽ നമുക്ക് മുഴുവനായിട്ട് സെൻട്രലൈസ്ഡോ അല്ല ഡീസെൻട്രലൈസ്ഡോ? 100% ഡീസെൻട്രലൈസ്ഡ് ആണ്. അങ്ങനെ അല്ലേ? ഇവിടെ നമ്മൾ മൊത്തം ട്രാൻസാക്ഷൻ നടക്കുന്നതും ഈ കമ്പനിയുടെ വാലറ്റിൽ എത്ര ഡോളർ ഉണ്ട് ഇങ്ങനെ കാണാറായിട്ട്, അത് എവിടെയാ? അത് വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുമോ? അത് എവിടെ നോക്കണമെന്ന്? യെസ്, ടെതറോഷിന്റെ സൈറ്റിൽ നിങ്ങൾക്ക് തന്നെ കാണാവുന്നുള്ളൂ. ലോഗിൻ ചെയ്യുമ്പോൾ ടെതറോഷൻ പ്ലാറ്റ്ഫോമിലേക്ക് ലോഗിൻ ചെയ്ത് കയറുക. അവിടെ സ്മാർട്ട് കോൺട്രാക്ട് ബാലൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. കണ്ടിട്ടുണ്ടോ? സ്മാർട്ട് കോൺട്രാക്ട് ബാലൻസ്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഡയറക്റ്റ് ആയിട്ട് പോകുന്ന ബ്ലോക്ക് ചെയിനിലേക്കാണ്. ഓക്കെ, അവിടെ കാണാൻ പറ്റും അല്ലേ? യെസ്. ഓക്കെ, ആ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, സിയാബ് ലൈനിലുണ്ടോ? ഹലോ. ഹായ് സിയാബ്. നമസ്കാരം, കേൾക്കുന്നുണ്ടോ? നമസ്കാരം, കേൾക്കാം. സാർ, മംഗലാപുരത്ത് നിന്ന് വിളിക്കുന്നത്. യെസ് സിയാബ്, വെൽക്കം. ഞാൻ വേറെ ഒരു ഇതിൽ ഇതാക്കിയിട്ടുണ്ട്, ഇൻവെസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ടൈം ഞാൻ ഒരു 1000 USDT ഇതാക്കിയത്, ഇൻവെസ്റ്റ് ആക്കിയത്. ശരി.
അങ്ങനെ ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട് എന്ന് വെച്ചില്ലെങ്കിൽ ഇപ്പൊ ഡയറക്റ്റ് 5 പേര് ആഡ് ആവുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, പിന്നെ ലെവൽ ഇൻകം ഉണ്ട്. ഇത് മൊത്തത്തിൽ നമുക്ക് എല്ലാ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ മാക്സിമം എത്ര എമൗണ്ട് ഇടേണ്ടി അതിൽ ഇൻവെസ്റ്റ് ആക്കേണ്ടി വരുന്നു? അല്ലെങ്കിൽ ഇപ്പൊ ഒരു 10 ആളുണ്ട് എന്റെ ബാക്കിൽ. രജിസ്റ്റർ ചെയ്ത് $20 രജിസ്റ്റർ ചെയ്തു, $1000 ടോവിൽ വാങ്ങി അല്ലേ? സോ അവന്റെ ID വാല്യൂയുടെ കണ്ടീഷൻ കഴിഞ്ഞു ഓൾറെഡി. $100 മതിയായിരുന്നു, അത് 1000 ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് 5 പേരെ സ്പോൺസർ ചെയ്യാന്നുള്ളതാണ്. 5 റെഫറൽ ചെയ്യണം. എല്ലാ ലെവൽ ഇൻകം കിട്ടാനും റാങ്കിലേക്ക് എത്താനും വേണ്ടിയിട്ട് 5 സ്പോൺസർഷിപ്പ് ചെയ്യണം. അത് എങ്ങനെയാ സാർ? ഒന്നിന്റെ താഴെ അല്ല എന്റെ ഐഡിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു ഇൻവൈറ്റ് ലിങ്ക് ഉണ്ട്. ആ ഇൻവൈറ്റ് ലിങ്ക് കൊടുത്തിട്ട് 5 വാലറ്റുകൾ രജിസ്റ്റർ ചെയ്യപ്പെടണം. 5 പേരുടെ മൊബൈൽ വാലറ്റുകൾ രജിസ്റ്റർ ചെയ്യപ്പെടണം. ഓക്കെ, എന്റെ ഡയറക്റ്റ് ഐഡിയിലേക്ക് ഡയറക്റ്റ് ഇതല്ല ഇൻവൈറ്റ് ലിങ്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയല്ല, എന്റെ ബാക്കിൽ ഓരോരുത്തരും ചെയ്യുമ്പോൾ $20 വെച്ച് രജിസ്റ്റർ ചെയ്യുമല്ലോ. എല്ലാവരും ചെയ്യുമ്പോൾ $20 വെച്ച് രജിസ്റ്റർ ചെയ്യുമല്ലോ. അതെ. ഓക്കെ, അപ്പോ $100 ഓൾറെഡി ആയി കഴിഞ്ഞു. ഇനി അവരുടെ വാലറ്റില് അപ്പൊ നമുക്ക് കമ്മീഷൻ കിട്ടുമല്ലോ. ആ $20 ഒരു 10% കമ്മീഷൻ കിട്ടും. പ്ലസ് ടോവയിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ ഒരു $100 അവർ വാങ്ങുന്നുണ്ടെങ്കിൽ 5 പേര് വാങ്ങുമ്പോൾ $500 ടേൺ ഓവർ ആയി. സോ ഫസ്റ്റ് ലെവലില് സിസ്റ്റം പറയുന്ന എല്ലാ കണ്ടീഷൻസും ആയി. ഇനി ടീമിൽ എവിടെയെങ്കിലും ടേൺ ഓവർ വന്നാൽ മതി, $5000 എത്തുമ്പോഴത്തേക്കും നമ്മൾ സിൽവർ റാങ്ക് എത്തും. പ്ലസ് നമ്മുടെ ടീമിൽ 2 പേര് സിൽവർ ആയി, ടോട്ടൽ ഡോളർ ടേൺ ഓവർ $25000 എത്തുമ്പോഴത്തേക്കും നമ്മൾ ഗോൾഡ് റാങ്ക് ആയി. ടോട്ടൽ നമ്മുടെ ആ ടീമിൽ 2 പേര് എന്ത് ചെയ്തു? ഗോൾഡ് റാങ്ക് അച്ചീവ് ചെയ്തു. ടോട്ടൽ ടീം ടേൺ ഓവർ $1,00,000 എത്തി. അപ്പൊ നമ്മൾ എമറാൾഡ് റാങ്ക് ആയി. 2 എമറാൾഡ് വന്നു. ടോട്ടൽ ടീം ടേൺ ഓവർ $5,00,000 കഴിഞ്ഞു. നമ്മളപ്പോ ഗോൾഡ് ഡയമണ്ട് എന്ന റാങ്ക് ആയി. ഞാൻ ഇന്ന് ഡയമണ്ട് റാങ്ക് ക്വാളിഫൈ ചെയ്തു. ഓക്കെ, അപ്പൊ അതെ, ഫസ്റ്റ് ഐഡിയിലേക്ക് 5 ആള് ഇതായിട്ട് ആഡ് ആയിട്ട് അതിന്റെ താത്തിലെല്ലാം പറഞ്ഞു. അതല്ല, എന്റെ ഐഡിയിലേക്ക് 3 ആള് ആഡ് ആയി. ആ 3 ആള് ആഡിന്റെ താത്ത ആഡ് ആയിക്കൊണ്ട് പോയി. 2 പെൻഡിങ് ഉണ്ട് ഡയറക്റ്റ് പറഞ്ഞു. അങ്ങനെ ആഡ് ആയെങ്കിൽ എന്ത് ബെനിഫിറ്റ് ഉണ്ട്? അങ്ങനെ ഫസ്റ്റും സെക്കൻഡും ലെവലിലും മാത്രമേ ഇൻകം കിട്ടത്തുള്ളൂ. 3ാമത്തെ ലെവൽ മുതൽ ഇൻകം കിട്ടത്തില്ല. ഓക്കെ, നെക്സ്റ്റ് കണ്ടിന്യൂ വേണ്ടെങ്കിൽ പിന്നെ 5 റെഫറൽ ഡയറക്റ്റ് പറഞ്ഞു 5 കംപ്ലീറ്റ് ആകണം, എങ്കിൽ മാത്രമാണ് കണ്ടിന്യൂ ആവുള്ളൂ. യെസ്, ഡയറക്റ്റ് ആയിട്ട് 5 പേരെ റെഫർ ചെയ്യണം. ഓക്കെ, താങ്ക് യു സിയാം. യെസ്, ഹരിഹരൻ. ഹലോ, നമസ്കാരം സാർ. നമസ്കാരം ഹരിഹരൻ. ഞാൻ ആലുവ മാറമ്പള്ളി എന്നാണ് വിളിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ടിങ് എത്ര ഡോളർ ചെയ്യാം സാറേ? ഹലോ, ക്ലിയർ ആവുന്നുണ്ടോ? രജിസ്റ്റർ ചെയ്യാൻ $20. മിനിമം 20 ക്ലിയർ ആവുന്നുണ്ട്. 20 രജിസ്റ്റർ ചെയ്യാൻ, രജിസ്ട്രേഷൻ വേണ്ടി മാത്രം. പ്ലസ് നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി ടോവയിൽ നിന്ന് വാങ്ങേണ്ട എമൗണ്ട് $20 സിസ്റ്റം പറയുന്നത്. പക്ഷെ $100 ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ BNB ഗ്യാസ് ഫീ ആയിട്ട് കട്ടാവുന്നുണ്ട്. അത് ഏകദേശം ഒരു 40 രൂപയ്ക്ക് തുല്യമായിട്ടുള്ള BNB ഉണ്ടാവും. അപ്പൊ നമ്മൾ വാങ്ങി വിൽക്കുമ്പോഴത്തേക്കും ഒരു 80 രൂപയ്ക്കുള്ള BNB അവിടെ കട്ടായി പോവേ. അതെ, നമ്മൾ വിൽക്കുമ്പോൾ ഒരു 3% സർവീസ് ചാർജ് കൊടുക്കുകയും ചെയ്യണം. ചെറിയ എമൗണ്ടിന് വാങ്ങി നമ്മൾ വിൽക്കുമ്പോഴത്തേക്കും ആ ട്രേഡ് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ലാത്ത അവസ്ഥ വരും. ഗുണമില്ല. ഓക്കെ സാറേ, നമ്മുടെ ഈ കമ്പനി ഇപ്പോൾ $100 എപ്പോഴും ചെയ്യാം, ഏറ്റവും മിനിമം. ഓക്കെ, നമ്മുടെ കമ്പനി ആരംഭിച്ചിട്ട് ഇപ്പൊ എത്ര നാളായി? സാർ, ഇതൊരു കമ്പനി ഇല്ല, ഇതൊരു സിസ്റ്റമാണ്. നമ്മൾ ബിറ്റ്കോയിന്റെ ഒക്കെ സിസ്റ്റം പോലെ 100% ഡീസെൻട്രലൈസ്ഡ് ആണ്. ടോട്ടൽ ഓപ്പറേഷൻസും കാര്യങ്ങളെല്ലാം ബ്ലോക്ക് ചെയിനിലാണ്. നമുക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് അത് കാണാനും പറ്റും. ഇത് ഡിപ്ലോയ് ചെയ്യപ്പെടുന്നത് 2024 മാർച്ച് 20-നാണ്. നമുക്ക് ഈ ബിസിനസ് ഓൾ ഓവർ ഇന്ത്യ ചെയ്യാൻ പറ്റുമോ? എന്നാൽ ഇതിന്റെ മാർക്കറ്റ് പ്ലേസ് ഡിപ്ലോയ് ചെയ്യപ്പെടുന്നത് 2025 മാർച്ച് 18-നാണ്. മാർക്കറ്റ് പ്ലേസിൽ കുറച്ച് ഗ്ലിച്ചസുകളൊക്കെ ഉണ്ട്. അത് ഇപ്പൊ അടുത്ത സമയങ്ങളിൽ തന്നെ ഫിക്സ് ചെയ്ത് 100% ഡിപ്ലോയ്മെന്റിലേക്ക് അതും കടന്നു വരും. കാരണം എപ്പോഴും ഒരു ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാം പ്രാക്ടിക്കൽ സൈഡിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടോ എന്ന് നോക്കിയിട്ടേ 100% ഡിപ്ലോയിഡ് ആക്കാറുള്ളൂ.
കാരണം വൺസ് 100% ഡിപ്ലോയിഡ് ആക്കിയ പിന്നെ മാറ്റം വരുത്താൻ പറ്റില്ല. സാറിന്റെ മൈക്ക് ക്ലോസ് ആയി പോയിരുന്നു. ഓൾ ഓവർ ഇന്ത്യയിൽ ചെയ്യാലോ അല്ലേ? ഓൾ ഓവർ ദ വേൾഡ് ആണ് കൺസെപ്റ്റ്. ഗ്ലോബൽ പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. യെസ്, സുബൈർ കേച്ചേരി. സുബൈർ കേച്ചേരി. ഹലോ. യെസ്, സംസാരിച്ചോളൂ സാർ, സംസാരിച്ചോളൂ. ഓക്കെ, നമുക്ക് ഈ ആപ്ലിക്കേഷന്റെ ഉള്ളിൽ നടക്കുന്ന ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് ഒരു ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടക്കാറുണ്ടോ? ഈ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഉണ്ട്. രാവിലെ 11 മണി സമയങ്ങളിൽ നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാം വെക്കാറുണ്ട്. എല്ലാ ദിവസവും നടക്കുന്നുണ്ടോ? ഡെയിലി ഉണ്ടോ? ഉണ്ട്. 11 മണി സമയത്ത് രാവിലെ പകല്. അങ്ങനെയല്ലേ? ഓക്കെ ഓക്കെ. ഒരുപാട് ആൾക്കാർക്ക് ആ ഡൗട്ടുകൾ ഉണ്ട് ഓപ്പൺ ചെയ്യാനായിട്ടും ഇതിന്റെ എന്താ പറയാ. അതെല്ലാം നമുക്ക് ട്രെയിൻ പ്രോഗ്രാമിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതൊരു ഓപ്പൺ പ്രസന്റേഷനിൽ അത്യാവശ്യം ഡൗട്ട് ക്ലിയറിഫൈ ചെയ്യുന്ന രൂപത്തിലാണ് പോകുന്നത്. ഓക്കെ 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 സാറേ, അത് എനിക്ക് ഞാൻ അതിന്റെ ഡീറ്റെയിൽ എടുത്തോളാം. ഓക്കെ, താങ്ക് യു. ശരി ശരി. ഓക്കെ, താങ്ക് യു സുബൈർ. യെസ്, മനോജ് രാഘവൻ. യെസ് സാർ, ഗുഡ് ഈവനിങ്. നമസ്കാരം. നമസ്കാരം. ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചെന്നുള്ളൂ. സാറിന്റെ ഇന്നത്തെ ഡയമണ്ട് പൊസിഷൻ ഒരു വലിയ കൺഗ്രാജുലേഷൻ പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഓക്കെ, നല്ലൊരു അച്ചീവ്മെന്റ് ആണ്. ചെറിയൊരു സമയം കൊണ്ട് വലിയൊരു അച്ചീവ്മെന്റ് ഉണ്ടാക്കി. ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ ഗോൾഡ് കംപ്ലീറ്റ് ചെയ്തു. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ. എത്രയും വേഗം ഡയമണ്ടിലേക്ക് വരും. കൺഗ്രാജുലേഷൻ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ, ഉറപ്പായിട്ടും നമ്മളെപ്പോലുള്ള പില്ലേഴ്സ് ആണ് സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് മാറാൻ പോകുന്നത്. താങ്ക് യു മനു സർ, താങ്ക് യു. സോ നമുക്ക് ഇന്നത്തെ പ്രസന്റേഷൻ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. 10:23 സമയമായി. നാളെ ശനിയാഴ്ച ദിവസമാണ്. നമുക്ക് ഹിന്ദിയിൽ നാളെ സൂം ഉണ്ട് 9 മണിക്ക്. സെയിം ടൈം തമിഴിലും നമുക്ക് സൂം ഉണ്ട് 9 മണിക്ക്. മറ്റന്നാള് ധർമ്മപുരി എന്ന സ്ഥലത്ത് വെച്ചിട്ടൊരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. ഞാൻ പങ്കെടുക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. തമിഴ് ലീഡേഴ്സിന് വേണ്ടിയിട്ടാണ് ആ പ്രോഗ്രാം ഉള്ളത്. ധർമ്മപുരിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആരെങ്കിലും കണക്ഷൻസ് ഉണ്ടെങ്കിൽ, അവിടെ ജോയിൻ ചെയ്ത ആളുകളുണ്ടെങ്കിൽ, പുതിയ ആൾക്കാർക്ക് അവിടെ എൻട്രി ഇല്ല. ജോയിൻ ചെയ്തവർക്ക് മാത്രമുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ് വരുന്ന സൺഡേ ധർമ്മപുരി നടക്കുന്നത്. സോ താങ്ക് യു. ഹാവ് എ നൈസ് ഈവനിങ് ആൻഡ് ഗുഡ് നൈറ്റ്.